ഏറ്റവും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിൻ്റെ അരുവിയായി ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്തരീക്ഷം മുഴുവനെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃത്യം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ഈ ദേശം മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാവാൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ദേശത്തെ മുഴുവൻ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ശക്തമായിട്ടൊന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയാം. ആമേൻ. ഇരിക്കാവോ? നമുക്കെല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും കർത്താവിൻ്റെ പാദങ്ങളിൽ വെക്കാം. എല്ലാ നന്മ പ്രവൃത്തികളും കർത്താവിൽ നിന്നാണ് വരുന്നത്. യാക്കോബിൻ്റെ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് പ്രകാരം പറയുന്നുണ്ട്, ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. യാക്കോബ് 1:17, ജെയിംസ് 1:17. യാക്കോബ് 1:17 വായിക്കാം. ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. ഒന്നുകൂടെ വായിക്കാമോ? ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. ഇപ്പോൾ ഏത് നന്മയും വരുന്നത് എവിടെ നിന്നാണ്? പിതാവിൽ നിന്നാണ്. പിതാവിൽ നിന്നാണ് എല്ലാ നന്മകളും വരുന്നത്, പിതാവിൽ നിന്നാണ്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സ്നേഹം, ഏതെങ്കിലും ഒരു സംരക്ഷണം, എവിടെയെങ്കിലും ഒരു കരുതൽ, എവിടെയെങ്കിലും നമുക്കൊരു നന്മ, എന്തെങ്കിലും ഒരു സഹായം എവിടെ നിന്ന് കിട്ടിയാലും അതെല്ലാം വരുന്നത് ആരിൽ നിന്നാണ്? പിതാവായ ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് എഫേസോസ് ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ മനോഹരമായ ഒരു വാചകം പറയും. എഫേസോസ് 3:14. ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. കണ്ടോ? പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും മാതാവിൻ്റെ സ്നേഹം, പിതാവിൻ്റെ സ്നേഹം, അല്ലെങ്കിൽ ഒരു വൈദികൻ്റെ സ്നേഹം, കരുതൽ, അല്ലെങ്കിൽ ഒരു സിസ്റ്ററിൻ്റെ സ്നേഹം, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ്റെ കരുതൽ, അല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ സ്നേഹം, കരുതൽ, എന്തെങ്കിലും ഒരു ഭർത്താവിൻ്റെ, ഭാര്യയുടെ, മക്കളുടെ എന്ത് സ്നേഹമോ സംരക്ഷണമോ കരുതലോ ഈ ഭൂമിയിൽ നിന്ന് കിട്ടിയാലും ആ പിതൃത്വങ്ങൾക്കെല്ലാം ഉറവിടം അതെല്ലാം വരുന്നത് എവിടെ നിന്നാണ്? പിതാവായ ദൈവത്തിൽ നിന്നാണ്. അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അത് മനസ്സിലായി? എന്ത് നന്മ എവിടെ നിന്ന് വന്നാലും അത് വരുന്നത് എവിടെ നിന്നാണ്? പിതാവ്. അതുകൊണ്ട് എല്ലാ നന്മകളുടെയും മഹത്വം കൊടുക്കേണ്ടത് ആർക്കാണെന്നറിയാമോ? പിതാവായ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ലത്തീൻ കുർബാനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും, ത്രൂ ഹിം, വിത്ത് ഹിം ആൻഡ് ഇൻ ഹിം, ഇൻ ദ യൂണിറ്റി ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഓൾ ഗ്ലോറി ആൻഡ് ഓണർ ഈസ് യുവേഴ്സ്,
ഫോറെവർ ആൻഡ് എവർ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും പുകഴ്ചയും മഹത്വവും എന്നും അങ്ങേക്ക്, എന്നും എന്നേക്കും അങ്ങേക്ക്, പിതാവിന്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ സ്തുതിയും പുകഴ്ചയും ആരാധനയും എപ്പോഴും പിതാവായ ദൈവത്തിന് നമ്മൾ സമർപ്പിക്കണം. ജീവിതത്തിൽ എന്ത് നന്മയുണ്ടെങ്കിലും അതെല്ലാം വരുന്നത് പിതാവിൽ നിന്നാണ്. വെളിപാട് പുസ്തകത്തിൻ്റെ 4-ാമത്തെ അധ്യായം, വെളിപാട് പുസ്തകത്തിൻ്റെ 4-ാമത്തെ അധ്യായം, 4-ാം അധ്യായത്തിൽ 10-11 വാക്യങ്ങൾ. വെളിപാട് പുസ്തകം 4-ാം അധ്യായം 10-11 തിരുവചനം വായിക്കാം. വെളിപാട് 4:10-11. ആ 24 ശ്രേഷ്ഠന്മാർ സിംഹാസനസ്ഥൻ്റെ മുൻപിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ, തങ്ങളുടെ നേട്ടങ്ങൾ, തങ്ങളുടെ സമ്പാദ്യങ്ങൾ, തങ്ങൾക്ക് കിട്ടിയ നന്മകൾ, അതാണ് കിരീടം, തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു: ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ്. കണ്ടോ, ആ 24 ശ്രേഷ്ഠന്മാർ, പഴയ നിയമത്തിലെ 12 ഗോത്രത്തലവന്മാരും പുതിയ നിയമത്തിലെ 12 അപ്പസ്തോലന്മാരും, ആ 24 ശ്രേഷ്ഠന്മാർ പിതാവായ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറയുകയാണ്: എല്ലാ ബഹുമതിയും, എല്ലാ മഹത്വവും, എല്ലാ പുകഴ്ചയും പിതാവേ, ഇതാ ഞങ്ങൾ അങ്ങയുടെ പാദത്തിൽ വെക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഏത് നന്മ എവിടുന്ന് വന്നാലും അത് വരുന്നത് എവിടുന്നാണ്? പിതാവായ ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് പിതാവിന് എപ്പോഴും നമ്മൾ മഹത്വം കൊടുക്കണമെന്നത് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായ നമ്മുടെ കടമയാണ്. യെശയ്യാ പ്രവചനത്തിൽ ദൈവം പറയുന്നുണ്ട്: എൻ്റെ മഹത്വം ഞാൻ ആർക്കും കൊടുക്കുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ മഹത്വം കർത്താവ് ആർക്കും കൊടുക്കുകയില്ല. യെശയ്യാ പ്രവചനം 42-ാം അധ്യായം 8-ാമത്തെ വാക്യം. യെശയ്യാ 42:8. ഒരുപാട് തകർച്ചകളുടെ കാരണം മഹത്വം നമ്മൾ ദൈവത്തിന് കൊടുക്കാത്തതാണ്, മഹത്വം നമ്മൾ എടുക്കുന്നതാണ്. പരാജയത്തിൻ്റെ കാരണം, നമ്മൾ അധംപതിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം മഹത്വം നമ്മൾ കവർന്നെടുക്കുന്നതാണ്. അതുകൊണ്ട് വായിക്കാം, യെശയ്യാ 42:8 ഉച്ചത്തിൽ വായിക്കാം: ഞാനാണ് കർത്താവ്, അതാണ് എൻ്റെ നാമം, എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല, എൻ്റെ സ്തുതി കൊത്തുവിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പിശാചിൻ്റെ പരിപാടി എന്താന്ന് വെച്ചാൽ, പിശാച് എപ്പോഴും ഈ മഹത്വം, ഈ ആരാധന സ്വീകരിക്കാൻ കൊതിച്ച് ആരാധന വാങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്. സാത്താൻ്റെ ജോലി ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കവർന്നെടുക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം സാത്താൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് സാത്താൻ്റെ ജോലി. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കാം. നീ 7-ാമത്തെ വാക്യം വായിച്ച് 8 വായിച്ച്. വീണ്ടും പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു: നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ. നിങ്ങൾ നോക്കിയത് ആരോടാണ്? ആരോട് പറഞ്ഞു? ആരോട് പറഞ്ഞു? പിശാച് ആരോട് പറഞ്ഞു? ദൈവത്തോട്, യേശുവിനോട് പറയുകയാണ്. യേശു ആരാണ്? അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അവനിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം ആരാലാണോ സൃഷ്ടിക്കപ്പെട്ടത്? ആ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനോട് പോലും സാത്താൻ പറയുകയാണ്: നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഞാനിതെല്ലാം നിനക്ക് തരാം. ഇതാണ് സാത്താൻ്റെ ജോലി. എന്താണ്? മഹത്വം കവർന്നെടുക്കുന്നതാണ് സാത്താൻ്റെ പണി. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് എവിടെ നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതിരിക്കുന്നോ അവിടെ നമ്മൾ പിശാചിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മൾ അറിയാതെ മാറിപ്പോവും. പറഞ്ഞേ ഹല്ലേലൂയ. എവിടെ നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ വേറെ എന്തിനോ ആർക്കോ ഇനി നമുക്ക് തന്നെയോ നമുക്ക് കൊടുത്താൽ അവിടെ നമ്മൾ പൈശാചികമായി മാറും. ഒരു വചനം വായിക്കാം. യെശയ്യാ പ്രവചനത്തിൻ്റെ 12-ാമത്തെ അധ്യായം. യെശയ്യാ പ്രവചനം 12-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. യെശയ്യാ പ്രവചനം 14-ാമത്തെ അധ്യായത്തിൽ 12 മുതലുള്ള വാക്യങ്ങൾ. മാലാഖ പിശാചായി മാറിയത് എങ്ങനെയാണ്? യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. ഐസയ്യാ 14:12 വായിക്കാം.
ഉഷസിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്ത് നിന്നും വീണു? ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടി വീഴ്ത്തി? എങ്ങനെയാണ് മാലാഖ പിശാചായി മാറിയത്? ലൂസിഫർ, പ്രഭാത നക്ഷത്രം, മോർണിംഗ് സ്റ്റാർ, ലൂസിഫർ. ആ ലൂസിഫറിനെ കുറിച്ച് പറയുകയാണ്. ലൂസിഫറെ, നീ എങ്ങനെയാണ് താഴെ പോയത്? വായിച്ചേ 13. നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിൻ്റെ മുകളിൽ ഞാനിരിക്കും, ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും, ഞാൻ അത്യുന്നതനെ പോലെയാകും, എന്നാൽ നീ പാതാളത്തിൻ്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് തള്ളിയിട. സർവശക്തനായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഒരു 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 പിശാച്, ഒരു മാലാഖ കവർന്നെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദൈവത്തിന് മുകളിലാവും, ഞാൻ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുകളിൽ എൻ്റെ സിംഹാസനം പ്രതിഷ്ഠിക്കും, ഉത്തരദിക്കിലെ സമാഗമ പർവ്വതത്തിൻ്റെ മുകളിൽ ഞാനിരിക്കും. നിങ്ങൾ നോക്കുക, ഈ 2 വാക്യങ്ങളിൽ ഞാൻ എന്ന വാക്ക് 5 തവണ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഞാൻ, എനിക്ക് മഹത്വം, എനിക്ക് പുകഴ്ച, എനിക്ക് ബഹുമാനം, എനിക്ക് ആദരവ്, എനിക്ക് നേട്ടം, എൻ്റെ കഴിവ്, എൻ്റെ സാമർഥ്യം. ഇവിടെയാണ് പൈശാചികത വരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ജീവിതത്തിലെ എല്ലാ നല്ല ദാനങ്ങളും വരുന്നത് എവിടെ നിന്നാണ്? പിതാവിൽ നിന്നാണ്, പിതാവിൽ നിന്നാണ്. അതുകൊണ്ട് 1 കൊരിന്തോസ് 15:10 അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ ഒരു കാര്യം പറഞ്ഞു തരും. 1 കൊരിന്തോസ് 15-ാം അധ്യായം 10-ാമത്തെ വാക്യം എല്ലാവരും എടുത്തിട്ട് വായിക്കുക. 1 കൊരിന്തോസ് 15-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കാമോ? ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. എന്നോട് വായിക്കാം. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല അധ്വാനിച്ചത്, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. എല്ലാ നന്മകളും എല്ലാ ദാനങ്ങളും എല്ലാ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹം അത് മുഴുവൻ വരുന്നത് ആരിൽ നിന്നാണ്? പിതാവായത്. ഇത് നമ്മൾ അംഗീകരിക്കണം. അംഗീകരിക്കുന്നിടത്ത് എന്താണെന്നറിയാം? വലിയ ദൈവകൃപയുണ്ടാവും. അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യവും അവിടെയാണ് ദൈവത്തിൻ്റെ കൃപയും വെളിപ്പെടുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. നമുക്ക് കിട്ടുന്ന എല്ലാ അനുഗ്രഹം എഫേസോസ് 2:8 എഫേസോസ് 2:8 എഫേസോസ് 2 എഫേഷ്യൻസ് 2:8 എഫേസോസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. കണ്ടോ, രക്ഷ പോലും വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, മറിച്ച് അത് ദൈവത്തിൻ്റെ ദാനമാണ്, അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. കണ്ടോ, വിശ്വാസം പോലും ദൈവം നമുക്ക് തന്ന ദാനമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ദൈവകൃപകൾ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ, എന്ത് നന്മ കിട്ടുന്നുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം മഹത്വം എപ്പോഴും ദൈവത്തിന് കൊടുത്തുകൊണ്ടേയിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. ഒരിക്കലും ഒരു വ്യക്തി ഇപ്രകാരം, എനിക്ക് ആ വ്യക്തിയെ നേരിട്ട് പരിചയം ഉണ്ടായിരുന്നില്ല, എനിക്ക് പരിചയമുണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഡാനിയലച്ചാ, അച്ഛനു വേണ്ടി 3 ദിവസം കതകടച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് പരിചയമുള്ള ഒരാളോട് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ദൈവം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നീ ആളുകളോടൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് എനിക്ക് സന്തോഷം തോന്നി. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ആളെ പരിചയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി 3 ദിവസം കതകടച്ചിരുന്ന് പുറത്തു പോവാതെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട വ്യക്തിയോട് പ്രാർത്ഥന കഴിയുമ്പോൾ എന്നോട് പറയാൻ ദൈവം എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ഒന്ന് പറയണം. കാരണം വില കൊടുത്ത ഒരാളിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, നിശ്ചയമായിട്ടും ചിലപ്പോൾ ദൈവം സംസാരിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനത് ചോദിക്കാമെന്ന് പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് ഒരു പ്രാർത്ഥന അയച്ചു തന്നു. എന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഡാനിയലച്ചാ, 3 ദിവസം ഈ വ്യക്തി അച്ഛന് വേണ്ടി കതകടച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛനോട് പറയാൻ പരിശുദ്ധാത്മാവ് ഒരു പ്രാർത്ഥന പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അച്ഛൻ ചൊല്ലാൻ വേണ്ടിയിട്ടാണ്. അച്ഛൻ വചന ശുശ്രൂഷയ്ക്ക് കയറുന്നതിന് മുമ്പ് അച്ഛൻ ഈ പ്രാർത്ഥന ചൊല്ലണം. പ്രാർത്ഥന ഇതാണ്. നിങ്ങൾക്ക് അറിയണോ പ്രാർത്ഥന ഏതാന്ന്? പ്രാർത്ഥന ഇതാണ്. എന്തെന്നറിയാം? ദൈവമേ, അങ്ങ് പരമപരിശുദ്ധനാണ്. പ്രാർത്ഥന, ദൈവമേ,
അങ്ങ് പരമപരിശുദ്ധനാണ്. അടുത്ത വാചകം, അങ്ങയുടെ പരിശുദ്ധിയെ പ്രഘോഷിക്കാനുള്ള യോഗ്യത പാപിയായി എനിക്കില്ല. നിന്റെ നാമം പറയാനോ നിന്റെ വചനം പറയാനോ, അതിൻ്റെ വ്യാഖ്യാനമാണ് ഞാൻ പറയുന്നത്. അങ്ങയുടെ പരിശുദ്ധിയെ പ്രഘോഷിക്കാനുള്ള യോഗ്യത എനിക്ക് ഇല്ല. നിന്റെ നാമം പറയാനോ നിന്റെ വചനം പറയാനോ നിന്റെ നാമം ഉച്ചരിക്കാനോ ഉള്ള യോഗ്യത എനിക്കില്ല. അതുകൊണ്ട് നിന്റെ പുത്രൻ്റെ രക്തത്താൽ എന്നെ കഴുകണമേ. നിന്റെ പുത്രൻ്റെ രക്തം കൊണ്ട് എന്നെ വിശുദ്ധീകരിക്കണമേ. അടുത്ത വാചകമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഈ ശുശ്രൂഷയിലൂടെ എനിക്ക് ലഭിക്കുന്ന എല്ലാ മഹത്വവും ഇതാ നിന്റെ കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ആരാധിക്കുന്നു. അത് സംഭവമാണ്. അവസാനത്തെ വാചകം, ഈ ശുശ്രൂഷയിലൂടെ എനിക്ക് ലഭിക്കുന്ന എല്ലാ ബഹുമാനവും എല്ലാ ആദരവും, മനുഷ്യനെക്കുറിച്ച് എന്തെങ്കിലും നന്മ പറഞ്ഞാൽ അതും, മനുഷ്യരെന്തെങ്കിലും ദൈവിക ഇടപെടലുകൾ പറഞ്ഞാൽ അതും, ഈ ശുശ്രൂഷയിലൂടെ എനിക്ക് ലഭിക്കുന്ന എല്ലാ മഹത്വവും ഞാൻ നിന്റെ പാദത്തിൽ വച്ച് നിന്നെ ആരാധിക്കുന്നു. ഇത് ദൈവം സംസാരിച്ചതാണ്, അതിനൊരു സംശയമില്ല. ഇത് ദൈവം പറഞ്ഞാണ്. കാരണം നമ്മളിങ്ങനെ ദൈവവേല ചെയ്യുമ്പോൾ ചിലപ്പോൾ മനുഷ്യർ നന്മ പറയുമ്പോൾ ആ നന്മയെല്ലാം നമ്മുടേതാണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള മാനുഷികമായ സ്വാഭാവികമായ ഒരു സാധ്യതയുള്ളത് കൊണ്ട് ദൈവം പറയുകയാണ്, ഡാനിയേൽ, നീ അതുകൊണ്ട് നിനക്ക് എന്ത് മഹത്വം കിട്ടിയാലും അത് നീ എടുക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയാ. എന്ത് നന്മ പറഞ്ഞാലും നീ എടുക്കരുത്. നീ എന്ത് ചെയ്യണം? എൻ്റെ പാദത്തിൽ വെച്ച് എന്നെ ആരാധിക്കണം. അതായത് എല്ലാ നന്മകളും ദൈവത്തിൽ നിന്ന് വരുന്നു. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല. തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. 1 കൊരിന്തോസ് 4 7 വാക്യം. 1 കൊരിന്തോസ് 1 Corinthians 4:7. 1 കൊരിന്തോസ് 4 7 നിനക്കെന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത്? നിനക്കെന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത്? വായിക്കാം. ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നു? ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. 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 അതായത് നിങ്ങൾ മനസ്സിലായോ? ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു. ആ മേഖല ഏതാണ്? 1-ാം പ്രമാണ ലംഘനം. അതുകൊണ്ട് ഏകാഗ്ര ഹൃദയത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ദൈവത്തിന് മാത്രമേ മഹത്വം കൊടുക്കാവൂ. ഈ 1-ാം പ്രമാണത്തിൻ്റെ മറുപുറത്ത് വരുന്ന പാപമാണ് ഏത്? അഹങ്കാരം. 1-ാം പ്രമാണ ലംഘനം എന്ന് പറയുന്നത് വിഗ്രഹാരാധന മാത്രമല്ല, മറിച്ച് എന്താ? അഹങ്കാരം. അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ അഹങ്കാരം എന്ന് പറയുന്നത് മഹത്വം ദൈവത്തിന് കൊടുക്കാത്തതാണ് അഹങ്കാരം. എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അതിൻ്റെ മഹത്വം ദൈവത്തിന് കൊടുക്കാത്തതാണ് അഹങ്കാരം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ദൈവത്തിന് മഹത്വം കൊടുക്കാത്തതാണ് അഹങ്കാരം. അതുകൊണ്ട് നമ്മൾ ചില വചനങ്ങൾ കാണാൻ പോവാണ്. അതുകൊണ്ട് അത് കാണുന്നതിന് മുമ്പ് ഞാൻ ഒരു 1-2 വചനങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് ക്ഷണിക്കുകയാണ്. നമ്മൾക്ക് ആ കാര്യത്തിലേക്ക് നമ്മൾ കടക്കണം. പരിശുദ്ധാത്മാവ് അങ്ങനെയാണ് നമ്മളെ ഇന്ന് നയിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് നിങ്ങൾ മക്കബായരുടെ പുസ്തകം എടുക്കുക. മക്കബായരുടെ പുസ്തകത്തിൽ മനോഹരമായ ഒരു കാര്യമുണ്ട്. മക്കബായരുടെ പുസ്തകം, മക്കബായരുടെ 2-ാം പുസ്തകം എടുക്കുക. 2 മക്കബായർ അധ്യായം ഞാൻ ഇപ്പോൾ പറയാം. ഒരു സെക്കൻഡ്. നിങ്ങൾ പറയുന്ന ഒന്നുമല്ല, അതൊന്നുമല്ല. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. 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 പ്രായമായി വരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് മറവി. അപ്പം അതുകൊണ്ട് ചില കാര്യങ്ങൾ മറന്നുപോകും. അത്യാവശ്യമൊക്കെ അറിയാവുന്നതാണ്, എന്നാലും മറന്നുപോകും. പ്രായമാവുന്നതിൻ്റെ ലക്ഷണമാണ്. ഇതിപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചാലൊന്നും പ്രായം കുറയത്തൊന്നുമില്ല. ഇങ്ങനെ വയസ്സ് കൂടിക്കൂടി വരും. എനിക്ക് 28 വയസ്സുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ 2 മക്കബായർ 15-ാമത്തെ അധ്യായം. 2 മക്കബായർ 15-ാമത്തെ അധ്യായം എടുക്കുക. അതെല്ലാവരും എടുത്തിട്ട് വേണം വായിക്കാൻ. പരിചയമില്ലാത്ത വചനഭാഗങ്ങളാണ്, അതുകൊണ്ട് എടുത്ത് വായിക്കണം. 2 മക്കബായർ 15-ാം അധ്യായം എടുത്തോ.
എടുത്തോ? എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇനി വായിക്കേണ്ടത് ഇങ്ങനെയാണ്. നിങ്ങൾ വായിക്കേണ്ടത് 7 മുതൽ വായിക്കാം, എങ്കിൽ മനസ്സിലാവും. 7 മുതൽ 2 മക്കമായർ 15:7 മുതൽ വായിക്കാം. മക്കബേയൂസ് കർത്താവിൻ്റെ സഹായം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അതായത് നിക്കാനോർ എന്ന് പറയുന്ന ഒരു സൈന്യാധിപൻ ജെറുസലേമിനെ ഉപദ്രവിക്കുന്ന സമയത്ത് സമറിയ ഭാഗത്തെത്തിയെന്ന് മനസ്സിലായി അവർക്ക്. അപ്പോൾ സാബത്ത് ദിവസം ഇവരെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഈ നിക്കാനോറിനെതിരെ യൂദാസ്, ഈ മക്കബേയൂസ് പൊരുതുകയാണ്. അങ്ങനെ പൊരുതുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് പറയുന്നത്. മക്കബേയൂസ് കർത്താവിൻ്റെ സഹായം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അടുത്ത വാക്യം, വിജാതീയരുടെ ആക്രമണത്തെ പേടിക്കരുതെന്നും സർവശക്തനിൽ നിന്ന് സഹായം അനുസ്മരിച്ച് വിജയം പ്രതീക്ഷിക്കണമെന്നും തൻ്റെ അനുചരന്മാരെ അവൻ ഉദ്ബോധിപ്പിച്ചു. അടുത്ത വാക്യം, നിയമത്തിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നും വാക്യങ്ങൾ ഉദ്ധരിച്ച് അവൻ അവർക്ക് ധൈര്യം പകർന്നു. അതായത് ഒരു ശത്രു വന്ന് വാതിൽക്കൽ നിൽക്കുന്നു. വലിയ പ്രതിസന്ധിയുടെ നാളുകളായിരുന്നു അത്. ദൈവമക്കൾക്ക് പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയൊരു കാലമായിരുന്നു അത്. അങ്ങനെ പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ ഓരോന്നോരോന്നായി തല്ലിക്കെടുത്തപ്പെട്ട് ഒരരണ്ടതും ഇരുണ്ടതുമായ ഭാവിയിലേക്ക് പകച്ചു നോക്കിക്കൊണ്ടിരുന്ന ഒരു ജനതയുടെ നേതാവായിരുന്നു യൂദാസ്. അങ്ങനെ ഈ യൂദാസിനെതിരെ നിക്കാനോർ ഉപരോധം തീർത്ത് നിൽക്കുമ്പോൾ യൂദാസ് ജനത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, നമുക്ക് ദൈവത്തിൽ നിന്ന് സഹായം ലഭിക്കുമെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. ആ വിശ്വാസത്തിൽ നിന്ന് അവൻ തിരുവെഴുത്തുകളിലെ ഉദ്ധരണികൾ, അതായത് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബൈബിളിലെ വചനങ്ങൾ, തിരുവെഴുത്തിൽ നിന്നുള്ള ഉദ്ധരണികൾ എടുത്ത് ഉദ്ധരിച്ച് അവൻ ജനത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ പരിചകളും കുന്തങ്ങളും നൽകിയ ശുഭപ്രതീക്ഷ കൊണ്ടെന്നതിനേക്കാൾ, 11-ാമത്തെ വാക്യം, പരിചകളും കുന്തങ്ങളും നൽകിയ ശുഭപ്രതീക്ഷ കൊണ്ടെന്നതിനേക്കാൾ അവൻ തൻ്റെ ധീരവും ഉത്തേജകവുമായ വാക്കുകൾ കൊണ്ട് അവരോരോരുത്തരെയും ആയുധമണിയിച്ചു. അടുത്ത വാക്യം, വിശ്വാസ്യമായ ഒരു സ്വപ്നം അഥവാ ദർശനം വിവരിച്ച് അവൻ അവർക്ക് അപ്പൊ ഈ വചനം ഉദ്ധരിച്ച് അവരെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ മക്കബേയൂസ് അവരോട് പറഞ്ഞു, ഇതാ ഒരു ദർശനം, ഒരു സ്വപ്നം ഉണ്ടായിട്ടുണ്ട്, ഇതായിരുന്നു ആ സ്വപ്നം, ഇതായിരുന്നു ആ ദർശനം. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് പഴയ നിയമത്തിൽ അല്ലെങ്കിൽ ബൈബിളിലെ വിവിധ ഭാഗങ്ങളിൽ ദൈവം സംസാരിക്കുന്ന 3 വഴികൾ. 1 സ്വപ്നം, 2 ദർശനം, 3 പ്രവചനം. സ്വപ്നം, ദർശനം, പ്രവചനം, ഇത് ദൈവം സംസാരിക്കുന്ന വഴികളാണ്. സ്വപ്നം, ദർശനം, പ്രവചനം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. സ്വപ്നം, ദർശനം, പ്രവചനം. നിങ്ങൾക്കൊരു വചനം വായിക്കുമ്പോൾ ഇത് ഈ ഭാഗം കളയരുത്. ഇത് കളയാതെ ജോയേൽ പ്രവാചകന്റെ പുസ്തകം എടുക്കുക. ഇത് കളയരുത്, ജോയേൽ പ്രവാചകന്റെ പുസ്തകം എടുക്കുക. എന്നിട്ട് വായിക്കേണ്ടത് ജോയേൽ 2:28-29. ദൈവം സംസാരിക്കുന്ന 3 മാർഗങ്ങളാണ് സ്വപ്നം, ദർശനം, പ്രവചനം. പറഞ്ഞേ സ്വപ്നം, ദർശനം, പ്രവചനം. അപ്പോൾ വായിച്ചേ, ജോയേൽ 2:28-29. അന്ന് ഇങ്ങനെ സംഭവിക്കും. വായിക്കേ. ജോയേൽ കിട്ടിയില്ല അല്ലേ? വിഷമിക്കൊന്നും വേണ്ട. ജോയേൽ കണ്ടുപിടിച്ചോണ്ടൊന്നും അല്ലല്ലോ നമ്മൾ ജനിച്ചത്. നമുക്ക് പതുക്കെ കണ്ടുപിടിക്കാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ഇതുപോലെയുള്ള ചെറിയ പ്രവാചകന്മാരെ കണ്ടുപിടിക്കാൻ ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. നിങ്ങൾ നേരെ മത്തായി എടുക്കണം. മത്തായി എടുക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. പുതിയ നിയമത്തിലെ ആദ്യം മത്തായി എടുക്കാം. നമുക്ക് കുഴപ്പമില്ല, സമയം പോയാലും വേണ്ടില്ല. ഇതൊക്കെ ചെറിയ കുഞ്ഞു കാര്യങ്ങൾ അത് പഠിക്കാൻ പറ്റും. മത്തായിയുടെ പുറകിൽ ഒരു ചേട്ടൻ മറിഞ്ഞിരിപ്പുണ്ട്. ആ ചേട്ടൻ്റെ പേരാണ് മലാഖി. മത്തായിയുടെ പുറകിൽ ആരാ മറിഞ്ഞിരിക്കുന്നത്? മലാഖി. ഇനി നിങ്ങൾ ഒരിക്കലും മലാഖി മറക്കത്തില്ല. കാരണം എന്താ? മത്തായിയുടെ പുറകിൽ ഒരുത്തൻ പമ്മിയിരിപ്പുണ്ട്. ആരാണത്? മലാഖി. മലാഖിയുടെ പുറകിൽ വേറൊരാൾ പമ്മിയിരിപ്പുണ്ട്. ആളുടെ പേരാണ് സക്കറിയ. മലാഖിയുടെ പുറകിൽ ആരാണ് പമ്മിയിരിക്കുന്നത്? സക്കറിയ. ഇപ്പൊ പഠിപ്പിച്ചു തരാം ഞാൻ. സക്കറിയയുടെ പുറകിൽ വേറൊരാൾ പമ്മിയിരിപ്പുണ്ട്. അയാളുടെ പേരാണ് ഹഗ്ഗായി. മനസ്സിലായോ? ഹഗ്ഗായി. അപ്പൊ മത്തായിയുടെ പുറകിൽ ആരാ?
മത്തായിയുടെ പുറകിൽ ആരാ മോനെ? മലാക്കി. മലാക്കിയുടെ പുറകിൽ ആരാ മോനെ? സക്കറിയായുടെ പുറകിൽ ആരാ മോനെ? ഹഗ്ഗായി. ഹഗ്ഗായി. അപ്പോൾ മത്തായിയുടെ പുറകിൽ ആരാ? മത്തായിയുടെ പുറകിൽ മർക്കോസ് അല്ല. മത്തായിയുടെ പുറകിൽ ആരാ? മലാക്കി. മലാക്കിയുടെ പുറകിൽ ആരാ? സക്കറിയ. സക്കറിയയുടെ പുറകിൽ ആരാ? ഹഗ്ഗായി. അപ്പൊ ഹഗ്ഗായിയുടെ പുറകിൽ സെഫാനിയ. ആരാ? സെഫാനിയ. ഹഗ്ഗായിയുടെ പുറകിൽ ആരാ? ഇപ്പൊ ഇന്ന് പഠിക്കും നിങ്ങൾ. മത്തായിയുടെ പുറകിൽ ആരാ? മലാക്കിയുടെ പുറകിൽ ആരാ? സക്കറിയയുടെ പുറകിലോ? ഹഗ്ഗായിയുടെ പുറകിലോ? സെഫാനി. ഈ ഫെവിക്യൂക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഫെവിക്യൂക്ക് അല്ല, ഹബക്കുക്ക്. എന്താണ്? ഇനി നിങ്ങൾ മറക്കത്തില്ല. ഏതാണ്? ഹബക്കുക്ക്. അതാണ് സെഫാനിയയുടെ പുറകിൽ നിൽക്കുന്ന ആളാണ് ഹബക്കുക്ക്. ഹബക്കുക്ക്. സെഫാനിയയുടെ പുറകിൽ ആരാ? അപ്പോൾ ക്ലിയർ ആയല്ലോ. മത്തായിയുടെ പുറകിൽ ആരാ? മലാക്കിയുടെ പുറകിലോ? സക്കറിയയുടെ പുറകിലോ? ഹഗ്ഗായിയുടെ പുറകിലോ? സെഫാനിയ. സെഫാനിയയുടെ പുറകിലോ? ഹബക്കുക്ക്. ഹബക്കുക്കിന്റെ പുറകിൽ നാഹും. അത് 3 ഒരുമിച്ച് പഠിക്കണം. നാഹും, മിക്ക, യോന. അത് 3 ഒരുമിച്ച് പറഞ്ഞേ. നാഹും, മിക്ക, യോന. നാഹും, മിക്ക, നോഹ, യോന എന്നോട് പറഞ്ഞേ. നാഹും, മിക്ക. അപ്പൊ അതാണ് ആരുടെ പുറകിലാണ്? ഹബക്കൂക്കിന്റെ പുറകില് നാഹും, മിക്ക, യോന. യോനയുടെ പുറകിലാണ് ഒബാദിയ. ആരാണ്? ഒബാദിയ. ഒബാദിയയുടെ പുറകിലാണ് ആമോസിന്റെ പുറകിലാണ് ജോയേൽ. മനസ്സിലായോ? അപ്പൊ എടുക്കാനുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ പഴയ നിയമം മുഴുവൻ ഉൽപ്പത്തി മുതൽ തപ്പുന്നതിനേക്കാളും എളുപ്പം മത്തായി എടുക്കുക. മത്തായി എടുത്തിട്ട് കുറച്ച് പുറകോട്ട് മറിച്ചാൽ ഈ ചെറിയ പ്രവാചകന്മാരെ എല്ലാം കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ചെറിയ പ്രവാചകന്മാരെ എല്ലാം കിട്ടും. ജോയേൽ കഴിഞ്ഞാൽ പിന്നെ ഹോസിയ. പിന്നെ എളുപ്പമാണ്. ഹോസിയക്ക് മുമ്പ് ദാനിയേലിന് മുമ്പ് എസക്കിയേൽ, പിന്നെ ജെറമിയ, യെശയ്യ. അങ്ങനെയാണ് പ്രവാചകന്മാരുടെ പുസ്തകങ്ങളുടെ ലിസ്റ്റ്. പഠിച്ചോ? കുറച്ചൊക്കെ പഠിച്ചു. എല്ലാം ഒന്നും അല്ലെങ്കിൽ കുറച്ചൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങൾ ബുദ്ധിമുട്ടത്തില്ല. എന്താണ്? ഇപ്പം ഏത് പ്രവാചകനാണ് ഞാൻ പറഞ്ഞത്? ജോയേൽ പറഞ്ഞപ്പോൾ നമ്മൾ ആകെ വിഷമിച്ചു. നമ്മൾ ഇത്രയും നേരം മിടുക്കരായിട്ട് നിന്നായിരുന്നു. കോരിന്തോസും റോമായൊക്കെ എടുത്ത് നല്ല തകർത്ത് നിന്നപ്പോഴാണ് ജോയേൽ വന്നൊരു ബുദ്ധിമുട്ടുണ്ടായി. ഇനി ബുദ്ധിമുട്ടല്ല. ഇനി ബുദ്ധിമുട്ടാണോ? മത്തായിയുടെ പുറകിൽ ആരാ മോനെ? മലാഖിയുടെ പുറകിലോ? സക്കറിയയുടെ പുറകിലോ? ഹഗ്ഗായിയുടെ പുറകിലോ? സഫാനിയയുടെ പുറകിലോ? ഹബക്കുക്കിന്റെ പുറകെ 3 പേരുണ്ട്. ആരൊക്കെയാ? നാഹും, മിക്ക, യോനയുടെ പുറകില് ഒബാദിയയുടെ പുറകില് ആമോസിന്റെ പുറകില് വായി. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോ ഇനി അടുത്ത ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 28-ഉം 29-ഉം വായിക്കാം. അന്ന് ഇങ്ങനെ സംഭവിക്കും. എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഒന്നുകൂടെ വായിച്ചേ. അന്നിങ്ങനെ സംഭവിക്കും. എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച്, ഇത് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ വർഷിക്കപ്പെടാൻ പോകുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഭാഗമാണ്. യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടും. അത് ആരുടെ മേലാണ്? കുറച്ച് പേരുടെ മേൽ ആണോ? പിന്നെ ആരുടെ മേൽ? എല്ലാവരുടെയും മേൽ. ആ വാക്കൊന്നൊക്കെ പറഞ്ഞേ. എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അപ്പൊ അങ്ങനെ വർഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും കണ്ടോ, പ്രവചനം. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. 2-ാമത്തേത്, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. 3-ാമത്തേത്, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. പറഞ്ഞേ ഹല്ലേലൂയ. ഈ 3 വാക്കുകളിവിടെ ഉണ്ട്. എന്താണ്? പ്രവചനം, സ്വപ്നം, ദർശനം. പറഞ്ഞേ. പ്രവചനം, സ്വപ്നം, ദർശനം. ദൈവം തൻ്റെ മക്കളോട് സംസാരിക്കുന്ന വിവിധ മാർഗങ്ങളിലെ പ്രധാനപ്പെട്ട ചില മാർഗങ്ങളാണ്. 1 പ്രവചനം, 2 സ്വപ്നം, 3 ദർശനം. അപ്പോ ഇനി മക്കബായരിലേക്ക് തിരിച്ചു വരിക. 2 മക്കബായർ 15-ാം അധ്യായം 11-ാമത്തെ വാക്യം 11 മുതൽ. 2 മക്കബായർ 15-11 മുതൽ ഉറക്കെ വായിക്കാം. വായിച്ചേ. പരിചകളും കുന്തങ്ങളും നൽകിയ ശുഭപ്രതീക്ഷ കൊണ്ടെന്നതിനേക്കാൾ തൻ്റെ ധീരവും ഉത്തേജകവുമായ വാക്കുകൾ കൊണ്ട് അവരോരോരുത്തരെയും ആയുധമണിയിച്ചു. വിശ്വാസ്യമായൊരു സ്വപ്നം അഥവാ ദർശനം വിവരിച്ച് അവനവർക്ക് ഉന്മേഷം പകർന്നു. ഇതായിരുന്നു ദർശനം. കുലീനനും ഗുണവാനും വിനീതനും സൗമ്യനും ഉചിതഭാഷിയും
ബാല്യം മുതലേ സൽക്കർമ്മനിരതനും മുൻപ് പ്രധാന പുരോഹിത പദവി അലങ്കരിച്ചിരുന്നവനുമായ ഓനിയാസ് കൈകളുയർത്തി യഹൂദ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഓനിയാസ് യഹൂദ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അടുത്ത വാക്യം, അതേസമയം മറ്റൊരാൾ, നരചൂടിയ, അന്തസുറ്റ, പ്രൗഢിയും ആജ്ഞാശക്തിയും തികഞ്ഞ ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഓനിയാസ് പറഞ്ഞു, സഹോദരരെ സ്നേഹിക്കുകയും ജനത്തിനും നഗരത്തിനും വേണ്ടി ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ പ്രവാചകനായ ജെറമിയ ആണിത്. ദൈവത്തിൻ്റെ പ്രവാചകനായ ജെറമിയാണിത്. ജെറമിയ വലതുകരം നീട്ടി യൂദാസിന് ഒരു സുവർണ ഖഡ്ഗം നൽകിക്കൊണ്ട് പറഞ്ഞു, ഈ വിശുദ്ധ ഖഡ്ഗം സ്വീകരിക്കുക. സുവർണ ഖഡ്ഗം, ഖഡ്ഗം എന്ന് പറഞ്ഞാൽ എന്താണ്? വാൾ, സ്വോർഡ്, വാൾ. ഒരു സുവർണ ഖഡ്ഗം നൽകിക്കൊണ്ട് പറഞ്ഞു, ഈ വിശുദ്ധ വാൾ സ്വീകരിക്കുക. ദൈവത്തിൽ നിന്നുള്ള സമ്മാനമാണിത്. ഇതുകൊണ്ട് നീ എതിരാളികളെ നിഗ്രഹിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? ദൈവ മക്കൾക്ക്, ദൈവ ജനതയ്ക്ക്, തിരഞ്ഞെടുക്കപ്പെട്ട ജനതയ്ക്ക് ശത്രുവിൻ്റെ മുമ്പിൽ പതറി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയ്ക്ക് പ്രവാചകനായ ജെറമിയ പ്രത്യക്ഷപ്പെട്ട് ഓനിയാസിൻ്റെ കയ്യിൽ ഒരു സുവർണ ഖഡ്ഗം കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഈ സുവർണ ഖഡ്ഗം കൊണ്ട് നീ ശത്രുവിനെ നിഗ്രഹിച്ച് നിന്റെ ജനതയ്ക്ക് രക്ഷ നേടിക്കൊടുക്കും. നമുക്ക് ശത്രുവിനെതിരെ പോരാടാൻ ദൈവം തന്നിട്ടുള്ള ആയുധമാണ് ദൈവവചനമാകുന്ന സുവർണ ഖഡ്ഗം. ബൈബിൾ, ബൈബിളിലെ വാക്യങ്ങൾ, ദൈവവചനം. പറഞ്ഞേ ഹല്ലേലൂയാ. എഫേസോസ് ലേഖനം 5-ാം അധ്യായം 19-ാം തിരുവചനം. എഫേസോസ് 5:19 വായിക്കാം. എഫേസോസ് 5:19. അവിടെ ആത്മീയ ആയുധങ്ങളുടെ ലിസ്റ്റ് പറയുമ്പോൾ, ദൈവമക്കൾ പോരാടാനുള്ള ആയുധങ്ങളുടെ ലിസ്റ്റ് പറയുമ്പോൾ അവിടെ പറയുകയാണ്, എന്താണ് പറയുന്നത്? രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും. എഫേസോസ് 6:17 വായിച്ചേ. എഫേഷ്യൻസ് 6:17 വായിക്ക്. എഫേസോസ് 6:17 വായിച്ചേ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുക. അപ്പൊ ദൈവവചനം എന്താണ്? ആത്മാവിൻ്റെ വാളാണ്. ആത്മാവിൻ്റെ വാളാണ് ദൈവവചനം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നതിനെന്നറിയാമോ, നമ്മൾ ഒന്നാമത്തെ കാര്യം വിശുദ്ധ ഗ്രന്ഥം കൊണ്ടു നടക്കണം, കൊണ്ടു നടന്ന് പരിശീലിക്കണം. ഇപ്പം ചെറിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ചെറിയ കുട്ടികൾ, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെറിയൊരു പോക്കറ്റ് ബൈബിളെങ്കിലും വാങ്ങണം. മൊബൈലിൽ ബൈബിൾ ഉണ്ടല്ലോ എന്ന് തൃപ്തിപ്പെടരുത്. ഒരു ചെറിയ പോക്കറ്റ് ബൈബിളെങ്കിലും വാങ്ങണം. വാങ്ങിയിട്ട് പോകുന്നിടത്തെല്ലാം അത് കൊണ്ടുപോകണം. പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകണം. ദൈവവചനം അത് നിങ്ങൾക്ക് വഴി തുറന്നു തരും. അത് നിങ്ങളുടെ മുൻപേ പോയി ഈ വാൾ ഇങ്ങനെ വെട്ടി 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 ജനതയെ, ശത്രുവിനെ നശിപ്പിക്കും. നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങളെ മാറ്റും. ദൈവവചനം എടുക്കാം. പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു മകള് ധ്യാനം കൂടി കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ച് ഈശോ രോഗങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച് കഴിഞ്ഞപ്പോൾ ഈ എറണാകുളം ഭാഗത്ത് ഒരു കമ്പനിയിൽ ജോലിക്ക് വേണ്ടി എത്തി. അപ്പോൾ ജോലിക്ക് വേണ്ടി വരുമ്പോൾ ഞാൻ അവൾക്ക് ഒരു ഇംഗ്ലീഷ് ബൈബിൾ കൊടുത്തു, ചെറിയ ബൈബിൾ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നീ ഇത് എപ്പോഴും കൊണ്ട് നടക്കണം. അങ്ങനെ ബൈബിൾ കൊണ്ട് നടക്കാൻ തുടങ്ങി. എവിടെ പോയാലും, ചന്തയിൽ പോയാലും, ഷോപ്പിങ്ങിന് പോയാലും, ലുലു മോളിൽ പോയാലും എല്ലാം ബൈബിളും കൊണ്ടാണ് പോകുന്നത്. ചെറിയൊരു ബൈബിൾ, അതിങ്ങനെ കൈ പിടിച്ചിരിക്കും, ബാഗിലൊന്നല്ല, കൈ പിടിച്ചിരിക്കും. അങ്ങനെ ഓഫീസിൽ ജോലിക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ തികച്ചും സെക്കുലറായ ഒരു ഓഫീസായിരുന്നു അത്. എല്ലാവരും ലോകപ്രകാരം ചിന്തിക്കുന്ന, മോസ്റ്റ്ലി എല്ലാവരും അങ്ങനെയുള്ളൊരു ഓഫീസായിരുന്നു അത്. അപ്പോൾ അവൾ തൻ്റെ ആത്മീയമായ ഒരു ജീവിതത്തിന് വലിയ പ്രതിസന്ധിയുള്ള സ്ഥലമാണിതെന്ന് മനസ്സിലാക്കിയെങ്കിലും കർത്താവിൻ്റെ ആത്മാവ് കൊടുത്ത ശക്തി അനുസരിച്ച് ഈ ഓഫീസിൽ ഇങ്ങനെ ജോലി ചെയ്യാൻ തുടങ്ങി. ഏതാണ്ട് 1 കൊല്ലത്തോളം ജോലി ചെയ്തു. അങ്ങനെ ആ ജോലി ചെയ്യുന്ന സമയത്ത് എല്ലാ ദിവസവും ബൈബിളും കൊണ്ട് പോകുമ്പോൾ അവിടെയുള്ള ചില ആളുകൾ ഇവളെ കൂട്ടമായിരുന്ന് കളിയാക്കുമായിരുന്നു. പല പേരുകളൊക്കെ വിളിച്ച് കളിയാക്കും. പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണ്. പിയർ ഗ്രൂപ്പിൻ്റെ പ്രഷർ വളരെ ശക്തമാണ്. കൂടെയുള്ളവരും ഒരേ പ്രായത്തിലുള്ളവരും ഒക്കെ കളിയാക്കുന്നത് അസഹനീയമാണ്. അപ്പോൾ എന്നോടിങ്ങനെ പറയുമായിരുന്നു, അച്ഛാ എന്നെ കളിയാക്കുകയാണ് ഞാൻ ബൈബിൾ കൊണ്ടുവന്നതിൻ്റെ പേരിൽ. ഇപ്പം ഞാൻ പറയും, ബൈബിൾ കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ പേരിൽ അപമാനിക്കപ്പെട്ടാൽ നമ്മൾ സന്തോഷിക്കണം. യേശുവിൻ്റെ പേരിൽ അപമാനിക്കപ്പെട്ടാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം കൂടുതൽ കിട്ടും. ഓരോ തവണ നിന്ദിക്കപ്പെടുമ്പോഴും നിൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വർദ്ധിക്കും. ശരീരം നിന്ദിക്കപ്പെടുമ്പോൾ, മനസ്സ് നിന്ദിക്കപ്പെടുമ്പോൾ ആത്മാവ് കരുത്താർജിക്കും. നിങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിക്കുമ്പോൾ ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ.
അല്ലേ? വചനമുണ്ട്, അങ്ങനെ വചനമുണ്ട്. 2 കൊരിന്തോസ് 4 അന്ന് വായിച്ചിട്ട് പോകാം. കർത്താവ് തരുന്ന വചനങ്ങൾ കളയണ്ട. 2 കൊരിന്തോസ് 4 2 കൊരിന്തോസ് 4 16 വാക്യം. ഇപ്പം ഞാൻ പറഞ്ഞു, നിന്നെ ആളുകൾ കളിയാക്കുമ്പോൾ, നിനക്ക് അപമാനം ഉണ്ടാകുമ്പോൾ, ഒരു ചെറുപ്പക്കാരിയായ നിനക്ക് നാണക്കേട് വരുമ്പോൾ നീ എന്ത് ചെയ്യണം? ഈ അപമാനം നീ സന്തോഷത്തോടെ സ്വീകരിച്ചാൽ നീ കരുത്താർജിക്കും. ആത്മാവിൽ കരുത്ത് ഉള്ള ഒരു മകളായിട്ട് മാറും. വായിക്കാം 2 കൊരിന്തോസ് 4:16. 2 കൊരിന്തോസ് 4:16. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല എന്നൊക്കെ വായിച്ചേ. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, ഞങ്ങൾ നിരാശരാകുന്നില്ല. കാരണം എന്താണ്? ഞങ്ങളിലെ ബാഹ്യമനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായി? നമുക്കെതിരെ ആക്ഷേപങ്ങൾ വർദ്ധിക്കുമ്പോൾ, അപവാദങ്ങൾ കൂടുമ്പോൾ, നമ്മളെ ആക്ഷേപിക്കുന്ന ഒരു സൈബർ ലോകത്തും അല്ലാതെ നേരിട്ടുള്ള ലോകത്തും വെർച്വൽ വേൾഡിലും റിയൽ വേൾഡിലും നമ്മളെ ആക്ഷേപിക്കുന്നവരുടെ എണ്ണം കൂടുമ്പോൾ, ഒരു ദൈവമകൻ, ഒരു ദൈവമകൾ എങ്ങനെ വിചാരിക്കണം? നമ്മുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു പോകുമ്പോൾ നമ്മുടെ ആന്തരിക മനുഷ്യൻ അനുദിനം കരുത്താർജിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിക്കുമ്പോൾ ആന്തരിക മനുഷ്യൻ്റെ ശക്തി കൂടും. അതുകൊണ്ട് അപമാനങ്ങളിൽ നിന്ന് ഓടി ഒളിക്കരുത്, അപമാനങ്ങളെ പ്രതിരോധിക്കാൻ പോകരുത്. അല്ലേ? എല്ലാ കമൻറ്റിനും മറുപടി പറയേണ്ട ആവശ്യമില്ല, ഒരു കമൻറ്റിനും മറുപടി പറയേണ്ട ആവശ്യമില്ല. നമ്മളെ ദൈവം ഏൽപ്പിച്ച ജോലി ചെയ്ത് മുന്നോട്ട് പോകുക. ആരും പറയുന്ന ഒരു അഭിപ്രായ പ്രകടനത്തെയും ശ്രദ്ധിക്കേണ്ടതില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അതായത് ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം തരാം. നിങ്ങളെ ആരെങ്കിലും ദൈവത്തിൻ്റെ പേരിൽ നിന്ദിക്കുകയാണെങ്കിൽ, നിങ്ങളെ ആരെങ്കിലും ദൈവത്തിൻ്റെ പേരിലോ നിങ്ങൾ ദൈവവേല ചെയ്യുന്നതിൻ്റെ പേരിലോ നിങ്ങളെ നിന്ദിക്കുകയാണെങ്കിൽ, നിങ്ങൾ ആരോടും ഒരു മറുപടിയും പറയാൻ പോകരുത്. ആരോടും ഒരു മറുപടിയും പറയാൻ നിങ്ങൾ പോകരുത്. മറിച്ച് നിങ്ങളതെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് പൂമാലകളും പൂച്ചെണ്ടുകളും അവാർഡുകളുമായിട്ട് വാങ്ങി ദൈവത്തിൻ്റെ കാൽച്ചുവട്ടിൽ വെക്കണം. എന്താ സംഭവിക്കാൻ പോകുന്നതെന്നറിയാം? 1 കൊല്ലം, 2 കൊല്ലം, 3 കൊല്ലം, 4 കൊല്ലം നിങ്ങളിങ്ങനെ ജീവിതത്തെ ഇത്രയും നിർമ്മമതയോടെ, വിരക്തിയോടെ, ഡിറ്റാച്ച്മെൻറ്റോടെ നേരിടണം. നേരിട്ട് കഴിയുമ്പോൾ, ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കണം. നിങ്ങളെ അപമാനിച്ചവരെ ഒന്നും അവിടെ കാണാനില്ല. ദൈവം നിങ്ങളെ ഒരു 10, 20, 30 അടി ഉയരത്തിലേക്ക് ഉയർത്തിക്കഴിഞ്ഞിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ദൈവം നിങ്ങളെ ചിന്തിക്കാൻ പറ്റാത്ത ഉയരങ്ങളിലേക്ക്, ആത്മാവിൻ്റെ ആന്തരിക ലോകങ്ങളിലേക്ക്, ആത്മാവിൻ്റെ ഉന്നത ലോകങ്ങളിലേക്ക്, മനുഷ്യൻ ഒരിക്കലും കൈയെത്തിപ്പിടിക്കാനാവാത്ത ആത്മലോകത്തിൻ്റെ ഉൾമുറികളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ കൊണ്ടുപോയിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. ഇതിന് മറുപടി പറയാൻ പോയി നിങ്ങളുടെ എനർജി കളയരുത്. നമുക്ക് പറ്റുന്ന അവസ്ഥ എന്താണെന്നറിയാം? ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ അതിന് മറുപടി പറയാൻ നടക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഊർജ്ജം മുഴുവൻ കളയുകയാണ്. ആ വക ഒരു കാര്യവും ശ്രദ്ധിക്കാൻ പോലും പോകരുത്. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങളെ വിളിച്ചത് ദൈവമാണ് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, നിങ്ങൾ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ മാമോദീസ മുങ്ങിയ ആളാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ, നമ്മൾ ഈ പരിസരങ്ങളിലുള്ള യാതൊരു അപമാനങ്ങളെയും ശ്രദ്ധിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. വിശ്വാസത്തോടെ, പ്രത്യാശയോടെ ദൈവത്തിൻ്റെ മുഖം കണ്ട് മുന്നോട്ട് പോകണം. വേറെ ആരെയും ശ്രദ്ധിക്കാൻ അതിനൊന്നും പോയി നമ്മൾ വെറുതെ സമയം കളയരുത്. എന്നാ ചെയ്യേണ്ടതെന്നറിയാം? അപ്പം ഞാൻ അവളോട് പറഞ്ഞു, നിന്റെ ബാഹ്യ മനുഷ്യൻ ക്ഷയിക്കുകയാണെങ്കിലും ഈ അപമാനം എല്ലാം കേട്ടിട്ട്, മോളെ, നിന്റെ ആന്തരിക മനുഷ്യൻ കരുത്താർജിക്കും. അതുകൊണ്ട് നീ അത് സ്വീകരിച്ച് പ്രാർത്ഥിക്കുക, ദൈവത്തിന് സമർപ്പിക്കുക. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഈ എൻ്റെ ക്യാബിന്, എൻ്റെ ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരും കസേര ഇങ്ങനെ ചുറ്റിന് വിട്ട് എന്നെ നടുക്കിരുത്തി എന്നെ ഒത്തിരി ആക്ഷേപിച്ചെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ പേരിൽ, കുരിശിട്ട് നടക്കുന്നതിൻ്റെ പേരിൽ. അപ്പോൾ ആ കമ്പനിയിൽ ആളുകൾ പോയി പുകവലിക്കുന്ന സ്മോക്കിംഗ് റൂമുണ്ട്. ആ സ്മോക്കിംഗ് റൂമിൽ പോയി ഇവള് പോയി ഉറക്കെ ബൈബിൾ വായിക്കും, ഇവിടെ ആരും പുകവലിക്കാതിരിക്കാൻ വേണ്ടി. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ എല്ലാവരും ഇവളെ കളിയാക്കുകയും ആക്ഷേപിക്കുകയും ഇവൾക്ക് ഗുഡ് ഗേൾ സിൻഡ്രോം ആണെന്ന് പറയുകയും, ഗുഡ് ഗേൾ സിൻഡ്രോം, മനസ്സിലായോ? നീ ഇപ്പം നല്ല കുട്ടി ചമയാനുള്ള നിൻ്റെ പരിശ്രമമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വലിയ വലിയ വാക്കുകൾ പറഞ്ഞ് ആക്ഷേപിക്കുകയൊക്കെ ചെയ്ത സമയത്ത്, അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ, എന്നെ ഇങ്ങനെ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിച്ചു, എനിക്ക് ഒത്തിരി വിഷമമായി എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ പറഞ്ഞു, സാരമില്ല, കർത്താവിൻ്റെ പേരിൽ നീ അത് സ്വീകരിക്കുക, ഈശോയുടെ നാമത്തിന് സമർപ്പിക്കുക. പിന്നെ കുറേ ദിവസങ്ങൾ വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്തായി, നീ ബൈബിള് കൊണ്ടുവന്ന് നിർത്തിയോ? അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, എന്നെ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിച്ചതിൻ്റെ പിറ്റേന്ന് ഓഫീസിൽ പോകാനായിട്ട് ഒരുങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ തീരുമാനിച്ചു, ഇന്നു മുതൽ ചെറിയ ബൈബിള് കൊണ്ടുപോകണ്ട. അവൾ വലിയ POC ബൈബിൾ എടുത്ത് ഇങ്ങനെ പിടിച്ച് അതുമായിട്ട് ഓഫീസിലേക്ക് പോയി, വലിയ ബൈബിൾ എടുത്ത്.
പോയിട്ട് ഞാൻ ചോദിച്ചു പിന്നെന്താണ്, പിന്നെ ആരും ഇതുവരെയും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ബൈബിളിൽ ഇങ്ങനൊരു വചനമുണ്ട്, നിങ്ങൾ സാത്താനെ ചെറുത്ത് നിന്നാൽ അവൻ നിങ്ങളുടെ അടുക്കൽ നിന്ന് ഓടിയകന്നുകൊള്ളും. നിങ്ങൾ പിശാചിനെ ചെറുത്ത് നിൽക്കണം, അപ്പോൾ അവൻ നിങ്ങളുടെ പക്കൽ നിന്ന് ഓടിയകലും. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഈ ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കണം. ബൈബിൾ കൊണ്ടു നടക്കുന്നതിൽ ഒരു അപമാനം വിചാരിക്കരുത്. കൊണ്ടു നടക്കുക മാത്രമല്ല, ഇനി വേറൊരു കാര്യം ചെയ്യണം. യെശയ്യാ പ്രവചനം എടുക്കുക. യെശയ്യാ പ്രവചനത്തിൻ്റെ 33 അധ്യായം എടുക്കുക. യെശയ്യാ പ്രവചനത്തിൻ്റെ 33 അധ്യായം എടുക്കാം. യെശയ്യാ പ്രവചനം 33 എടുത്തോ. യെശയ്യാ 34 പ്രായമാവുന്നു, അതിൻ്റെ ലക്ഷണമാണ്. യെശയ്യാ 34 വായിച്ചേ. യെശയ്യാ 34 16 വാക്യം. യെശയ്യാ 34 16 വായിച്ചേ. കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കണം. ബൈബിൾ കൊണ്ടു നടന്നാൽ മാത്രം പോരാ, പിന്നെന്ത് ചെയ്യണം? കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കണം. ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്ന, ഒന്ന് കേൾക്കാവോ? അതായത് ചേച്ചി എന്ന് അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിക്കുള്ള ഉത്തരം കർത്താവിൻ്റെ വചനത്തിൽ ഉണ്ട്. പക്ഷെ കണ്ടുപിടിച്ച് വായിക്കണം. ഞാൻ പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കാമോ? നിന്നെ വിടുവിക്കാനുള്ള വചനം ഈ എഴുതപ്പെട്ട ഗ്രന്ഥത്തിനകത്ത് ഓൾറെഡി ഉണ്ട്. പക്ഷെ ആ വചനം കിട്ടണം. ആ വചനം കിട്ടിയാൽ അത് വിടുതലായിട്ട് മാറും. ആ വചനം കിട്ടിയാലേ മാറും. പറഞ്ഞേ ഹല്ലേലൂയാ. ആ വചനം നിങ്ങൾക്ക് വേറെ എവിടുന്നും കിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്ന് കണ്ടുപിടിച്ച് വായിക്കണം. ഇരുന്ന് സാവധാനത്തിൽ ശ്രദ്ധാപൂർവം ദൈവമേ അങ്ങനോട് സംസാരിക്കണേ എന്ന് ആഗ്രഹിച്ച് ഓരോരുത്തരും ബൈബിൾ ഇരുന്ന് മനസ്സിരുത്തി വായിക്കണം. അങ്ങനെ വായിക്കുന്ന സമയത്ത് ദൈവം സംസാരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവം സംസാരിക്കും. അതായത് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, വളരെ ശ്രദ്ധിച്ചിരിക്കുക. അതായത് ബൈബിളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് എന്നെ നോക്കിക്കുക എല്ലാവരും, ബൈബിളിൽ നിന്നുള്ള നോട്ടം മാറ്റിയിട്ട് എന്നെ നോക്കുക. അതായത് നമ്മളിങ്ങനെ ബൈബിളിൽ ഇങ്ങനെ വായിക്കുകയല്ലേ, എന്താ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ വായിക്കണം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇനി വേറൊരിടത്ത് നമ്മൾ വായിക്കുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടുകൂടിയാണ്, അല്ലേ? ഇനി നമ്മളിപ്പോൾ വായിച്ചു, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കണം. നമ്മളങ്ങനെ വായിച്ചു, അല്ലേ? ഇനി വേറൊരിടത്ത് പറയുകയാണ്, അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനം എന്നാണ്. അപ്പോൾ മലയാളത്തിൽ ഈ വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വചനം, വചനം, വചനം എന്ന വാക്കാണ്. എന്നാൽ പുതിയ നിയമം എഴുതപ്പെട്ടത് ഏത് ഭാഷയിലാണ്? തമിഴിലാണോ? ബംഗാളി? പുതിയ നിയമം എഴുതപ്പെട്ടത് ഏത് ഭാഷയിലാണ്? ഗ്രീക്ക് ഭാഷയിലാണ്. അപ്പോൾ ഈ ഗ്രീക്ക് ഭാഷയിൽ ഇപ്പം ഞാൻ വളരെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പിടിയിട്ടില്ല, ശ്രദ്ധിക്കണം. എന്താണ്? ഞാൻ കുറേ വചനങ്ങൾ പറഞ്ഞില്ലേ? എന്താണ്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുക. മനുഷ്യൻ ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത്. അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. ഇനി ദൈവവചനത്തെ അവർ എന്ത് ചെയ്തു? ക്ലേശങ്ങൾക്ക് നടുവിലും ശ്രദ്ധയോടെ സ്വീകരിച്ചു. അവർ വചനത്തിൽ പറയുന്നത് സത്യമാണോ എന്നറിയാൻ പരിശോധിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ഇഷ്ടം പോലെ വചനം 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 എന്ന് മലയാളത്തിൽ വരുമ്പോൾ എല്ലായിടത്തും ഒരു വാക്കേ ഉള്ളൂ, എന്താണ്? വചനം. എന്നാൽ ഗ്രീക്കിൽ പല വാക്യങ്ങളിലും ചിലയിടത്ത് വചനത്തിന് പകരം കൊടുത്തിരിക്കുന്ന വാക്ക് ലോഗോസ് എന്നാണ്, ചില സ്ഥലത്ത് കൊടുത്തിരിക്കുന്ന വാക്ക് റേമ എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? മലയാളത്തിൽ എല്ലായിടത്തും വചനമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഗ്രീക്കിൽ ഇത് എഴുതപ്പെട്ട ഒറിജിനൽ ആദിമ ഭാഷയിൽ വചനം എന്നതിന് 2 വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ചിലയിടത്ത് ഉപയോഗിക്കുമ്പോൾ ലോഗോസ് എന്ന് ഉപയോഗിക്കും, ചിലയിടത്ത് ഉപയോഗിക്കുമ്പോൾ റേമ എന്ന് ഉപയോഗിക്കും. ലോഗോസ് നിങ്ങൾക്കറിയാം, ലോഗോസ് ക്വിസ് ഉള്ളത് കൊണ്ട് ലോഗോസ് അറിയാം. റേമ, RHEMA, റേമ. ഇപ്പം ഇത് രണ്ടിൻ്റെയും മലയാളത്തിലെ അർത്ഥം എന്താ? ഹലോ, വചനം. ഇതിൻ്റെ രണ്ടിനും മലയാളത്തിലെ അർത്ഥം വചനം എന്നാണ്. പക്ഷെ നമുക്ക് സംശയം തോന്നും, ചില സ്ഥലത്ത് ലോഗോസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു, ചില സ്ഥലത്ത് റേമ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് ലോഗോസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ പറയാം. ലോഗോസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ പ്രവർത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ലോഗോസ് എന്നാണ്. ഇനി ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്
ലോഗോസ് എന്നാണ്. എന്നാൽ നാം അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടുകൂടിയാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലോഗോസ് അല്ല, പിന്നെന്താ? റേമ. ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുക. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലോഗോസ് അല്ല, പിന്നെന്താ? റേമ. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനത്തിൽ നിന്നും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലോഗോസ് അല്ല, റേമ. അപ്പൊ എന്താ വ്യത്യാസം? ഈ വ്യത്യാസം അറിഞ്ഞാൽ നമുക്ക് വലിയൊരു വെളിച്ചം കിട്ടും. അതുകൊണ്ട് എല്ലാ ശ്രദ്ധക്കുറവും മാറ്റി വെച്ചിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഈ വ്യത്യാസം നമുക്ക് മനസ്സിലാവണം. എന്താണ് ലോഗോസ്, എന്താണ് റേമ? ഞാൻ ദൈവശാസ്ത്രജ്ഞന്മാർക്കോ ബുദ്ധിജീവികൾക്കോ മനസ്സിലാവുന്ന ഭാഷയിലല്ല പറയാൻ പോകുന്നത്. ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ഒരു അമ്മച്ചിക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് ബുദ്ധിജീവികൾ ക്ഷമിക്കുക. ഏറ്റവും പാവപ്പെട്ട ഒരു അമ്മച്ചിക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറയാൻ പോവാണ്. അതായത് എന്താണ് ലോഗോസ്, എന്താണ് റേമ? ഇപ്പം ഇതിനകത്ത് ഈ ബൈബിളിൽ, ഇത് POC ബൈബിളാണ്, ബൈൻഡ് ഞാൻ മാറിയെന്നേ ഉള്ളൂ, മനസ്സിലായോ? POC ബൈബിളാണ്, നിങ്ങളുടെ ഇരിക്കുന്ന അതേ ബൈബിൾ തന്നെയാണ് ഇതും. അപ്പോൾ ഈ ബൈബിളിൽ, ഞാനും നിങ്ങൾ ഉപയോഗിക്കുന്ന ബൈബിളിൽ ഏതാണ്ട് 36,000-ലധികം വചനങ്ങളുണ്ട്, വാക്യങ്ങളുണ്ട്. 36,000-ലധികം, 73 പുസ്തകങ്ങൾ, 36,000-ലധികം വചനങ്ങൾ, വാക്യങ്ങൾ. ഈ ബൈബിളിലെ 36,000-ഓളം വരുന്ന, 6,000-ലധികം വരുന്ന വാക്യങ്ങൾ ഈ ബൈബിളിൽ ഇങ്ങനെ അടഞ്ഞ്, ബൈബിളിനെ ഞാൻ പരിപാവനമായിട്ട് സൂക്ഷിച്ചിങ്ങനെ വെച്ചിരിക്കുമ്പോൾ ഇതിനെ വിളിക്കാവുന്ന പേരാണ് ലോഗോസ്. ബൈബിളിൽ ഏതാണ്ട് 36,000-ലധികം ലോഗോസ് ഉണ്ട്. ലോഗോസ്, എല്ലാം ലോഗോസാണ്, ദൈവവചനം. എന്നാൽ ഞാൻ വളരെ തകർന്നിരിക്കുന്ന സമയത്ത്, വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത്, ഞാൻ ഒരിക്കൽ കഠിനമായ ഒരു മാനസിക പീഡയിലൂടെ കടന്നുപോയി. എൻ്റെ മുമ്പിലുള്ള എല്ലാ വാതിലുകളും അടഞ്ഞു. ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു. അങ്ങനെ ഞാൻ വളരെ കഠിനമായ മാനസിക പീഡയിലൂടെ കടന്നു പോകുമ്പോൾ, ഞാൻ താമസിക്കുന്ന മുറിയിൽ ഞാൻ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് ഇരുട്ടത്തിരിക്കും. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അസുഖമാണോ എന്തോ, അതായത് എനിക്ക് ഭയങ്കര സങ്കടമുള്ളപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ വിൻഡോ എല്ലാം അടയ്ക്കും. വെളിച്ചം വരാനുള്ള എല്ലാ സാധ്യതകളും അടയ്ക്കും. ഒരു ചെറിയ വെളിച്ചം പോലും, ഒരു സൂര്യ വെളിച്ചം പോലും വരുന്നത് ഞാൻ അടയ്ക്കും. എന്നിട്ട് ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഇരുട്ടത്തിരിക്കും. കുറേ നേരം അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് സമാധാനം കിട്ടും, ഞാൻ പുറത്തിറങ്ങും. അതാണ് എൻ്റെ പരിപാടി. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഞാനങ്ങനെ ഞാനിങ്ങനെ അടച്ചിട്ട മുറിയിൽ ഇങ്ങനെ ഇരുട്ടത്തിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര മാനസിക പ്രയാസം, എനിക്ക് വലിയ ഹൃദയവേദന. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ, എൻ്റെ ദൈവമേ, ഞാൻ എന്താണ് എൻ്റെ മുമ്പിലുള്ളൊരു വഴി, ഞാൻ എന്ത് ചെയ്യും എന്നോർത്ത് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു വലിയ ഭാരം എന്നെ അലട്ടുന്നുണ്ട്. വളരെ പ്രതീക്ഷിക്കാതെ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന വലിയ ഒരു ദുരന്തം എന്നെ അലട്ടുന്നുണ്ട്. അപ്പം അതെന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. ഞാനങ്ങനെ വളരെ 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 വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഹൃദയം നൊന്ത് കർത്താവിനോട് പറഞ്ഞു, എൻ്റെ കർത്താവേ, എന്നോട് നീ ഒന്ന് സംസാരിക്കണേ. എനിക്കറിഞ്ഞൂടാ, പിശാചെന്നെ വല്ലാതെ ഞെരുക്കുകയാണ്, എനിക്ക് ഭയങ്കര പ്രയാസമാണ്, എൻ്റെ ദൈവമേ എന്നെ നീ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഹൃദയം പൊട്ടി കർത്താവിനോട് അപേക്ഷിച്ചിട്ട്, അപ്പോൾ എനിക്ക് ആത്മാവിൽ വചനം എടുക്കാൻ പ്രേരണ കിട്ടിയപ്പോൾ ഞാൻ ദൈവവചനം തുറന്നപ്പോൾ എനിക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ നിരാശ വരികയാണ്. വചനം തുറന്നപ്പോൾ എന്തെന്നറിയാമോ? ഞാൻ പ്രതീക്ഷിച്ചത് ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, സംഭ്രമിക്കണ്ട, ഞാനാണ് നിൻ്റെ ദൈവം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആശ്വാസ വചനങ്ങൾ ഞാൻ പ്രതീക്ഷിച്ച സ്ഥലത്ത് തുറക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, അവനിലൂടെയാണ് സമസ്തവും സൃഷ്ടിക്കപ്പെട്ടത്, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായി. എനിക്ക് വലിയ നിരാശ വരികയാണ്. കാരണം എന്നെ സംബന്ധിച്ച് അത് ഡ്രൈ സെൻറ്റൻസുകളാണ്, വരണ്ട കുറേ വാക്യങ്ങൾ. എൻ്റെ വ്യക്തി ജീവിതത്തോട് ബന്ധമുള്ള ഒരു വാക്കും അതിനകത്ത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. എൻ്റെ ജീവിത പ്രശ്നത്തിൻ്റെയും ജീവിത സമരത്തിൻ്റെയും സങ്കീർണതകളുടെ കുരുക്കഴിക്കാൻ ഉതകുന്ന ഒരു വാചകം പോലും, ഒരു വാക്യത്തിൻ്റെ വെളിച്ചം പോലും എനിക്ക് അതിനകത്ത് കിട്ടുന്നില്ല. ഞാനങ്ങനെ വളരെ നിരാശപ്പെട്ട്, എൻ്റെ ദൈവമേ, അങ്ങയോട് ഞാൻ സംസാരിക്കാൻ ആവശ്യപ്പെട്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ബൈബിൾ അടയ്ക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, അടയ്ക്കരുത്. അതിനകത്തുണ്ട് സ്വരം, അടയ്ക്കരുത്.
അപ്പോൾ ഞാൻ വീണ്ടും തുറന്നു. എനിക്ക് മനസ്സിലായി ദൈവം വെറുതെ നമ്മളിങ്ങനെ ഈ മലയാളി സാറിന് ചെയ്യുന്ന പോലെ ഒന്നടച്ച് തുറന്നു, ഒന്നും കിട്ടിയില്ല, വീണ്ടും തുറന്നു, അതൊക്കെ സംശയങ്ങളാണ്. അപ്പോൾ ആ വഴിക്കൊന്നും പോകാതെ ദൈവം സംസാരിക്കുന്നുണ്ട്, അത് വിശ്വസിക്കുക. അപ്പോൾ അത് വിശ്വസിക്കാൻ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ എനിക്ക് പ്രേരണ കിട്ടിയപ്പോൾ ഞാൻ തുറന്നിട്ട് വീണ്ടും വായിച്ചു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ദൈവത്തോടു കൂടിയായിരുന്നു, അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അടുത്ത വചനം വന്നപ്പോൾ അതെൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് എന്നെ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെയും അനുഭവിക്കാത്ത വലിയ ഒരു സമാധാനത്തിലേക്ക് നയിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അടുത്ത വാചകം എങ്ങനെയാണ്? ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. അതെൻ്റെ ഹൃദയത്തിലോട്ട് അങ്ങോട്ട് കയറിക്കഴിഞ്ഞപ്പോൾ അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ അന്ന് വരെ വായിച്ചപ്പോൾ മനസ്സിലാകാത്ത ഒരു ആശയം, ഒരു ശക്തി ആ വചനത്തിൽ നിന്ന് എനിക്ക് തുറന്നു കിട്ടുകയാണ്. എനിക്ക് എൻ്റെ മുഴുവൻ സങ്കടവും ഒരു മലവെള്ളപ്പാച്ചിൽ ഒഴുകിപ്പോകുന്നത് പോലെ, മഞ്ഞുരുകി അത് അപ്രത്യക്ഷമാകുന്നതില്ല, മഞ്ഞുമലകൾ അപ്രത്യക്ഷമാകുന്നത് പോലെ എൻ്റെ മുമ്പിലുണ്ടായിരുന്ന വലിയ സങ്കീർണതകൾ മുഴുവൻ, എൻ്റെ മനസ്സിലെ ഭാരം മുഴുവൻ ഉരുകി ഇല്ലാതായി. അസാധാരണമായ, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അസാധാരണമായ, അതായത് ഈ കയർ, ഈ വടം പൊട്ടിച്ച് സാംസൺ പുറത്തു വരുന്നത് പോലാണ് ഞാൻ പുറത്തു വരുന്നത്. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, എന്നോട് ഞാൻ വളരെ പ്രയാസപ്പെട്ടിരുന്ന ഒരു ദിവസം, ഒരു നട്ടുച്ചയ്ക്ക് എന്നോട് സംസാരിച്ച ആ വചനത്തിൻ്റെ പേരാണ് റേമ. ബൈബിളിൽ ഈ വചനം വെറുതെ ഇരിക്കുമ്പോൾ അതെനിക്ക് ലോഗോസ്. ഒരു വചനം എന്നോട് സംസാരിക്കുമ്പോൾ അത് റേമ. നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ? ഉച്ചരിക്കപ്പെടുന്ന വാക്കിൻ്റെ പേരാണ് റേമ, ഇടപെടുന്ന വാക്കിൻ്റെ പേരാണ് റേമ, സംസാരിക്കുന്ന വാക്കിൻ്റെ പേരാണ് റേമ. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ റോമിൽ കൺവെൻഷൻ നടത്തുന്ന സമയത്ത് ഒത്തിരി റോമിൽ എന്നൊക്കെ അറിയാമല്ലോ, അച്ഛന്മാർ പഠിക്കാനും സിസ്റ്റേഴ്സ് പഠിക്കാനും എല്ലാം പോകുന്ന സ്ഥലമാണ് റോമിലെ യൂണിവേഴ്സിറ്റികളിൽ. അപ്പോൾ ആ റോമിലെ പള്ളിയിലെ കൺവെൻഷന് ഇഷ്ടംപോലെ അച്ഛന്മാരും ഇഷ്ടംപോലെ സിസ്റ്റേഴ്സും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ജോൺ പോളിനോട് പറഞ്ഞു, ജോൺ പോളെ നീ കയറി ഇന്ന് സംസാരിക്കാൻ പറഞ്ഞു. നീ കയറി, പരിശുദ്ധാത്മാവ് പറയുന്നത് നീ സംസാരിക്കാനാണ്, ഞാൻ ഒന്നും പറയുന്നില്ല, നീ സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ എൻ്റെ അച്ഛ എന്നോട് പറയല്ലേ, ഒത്തിരി അച്ഛന്മാരെല്ലാം പണ്ഡിതന്മാരും ഡോക്ടറേറ്റ് ഉള്ള അച്ഛന്മാരും ഡോക്ടറേറ്റിന് പഠിക്കുന്ന സിസ്റ്റേഴ്സ്, അയ്യോ അച്ഛാ എനിക്ക് വയ്യ, അച്ഛൻ സംസാരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ലില്ല, നീ സംസാരിക്കണം, അങ്ങനെയാണ് എനിക്ക് കിട്ടുന്ന പ്രേരണ, നീ സംസാരിക്കണം. അപ്പോൾ അവൻ പരിഭ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവിനോട് ചോദിക്കും. അപ്പോൾ അവൻ വചനം തുറന്നപ്പോൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ, നിങ്ങൾ വായിക്കണ്ട, കേട്ടാൽ മതി, അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 23-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യം എങ്ങനെയാണ്? അടുത്ത രാത്രി കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ധൈര്യമായിരിക്കുക, ജെറുസലേമിൽ എന്നെക്കുറിച്ച് നീ സാക്ഷ്യം നൽകിയതുപോലെ റോമായിലും സാക്ഷ്യം നൽകേണ്ടിയിരിക്കുന്നു. ജെറുസലേമിൽ നീ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകിയതുപോലെ റോമായിലും സാക്ഷ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അവന് പിന്നെ ചോദ്യമൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മുടെ ജീവിത സമരത്തിൽ നമ്മളോട് സംസാരിക്കുന്ന, നമ്മളോട് ഇടപെടുന്ന, നമ്മളെ ശക്തിപ്പെടുത്തുന്ന വചനത്തിൻ്റെ പേരാണ് റേമ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ പറയുകയാണ്, ഇനി യെശയ്യാ 34 തിരിച്ചു വരിക. യെശയ്യാ 34 കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കണം. വായിച്ചേ, യെശയ്യാ 34:16. യെശയ്യാ 34:16 വായിച്ചേ. വെരി ഗുഡ്, ഉറക്കെ വായിച്ചേ. കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കണം. ഇവയിലൊന്നും എന്ന് പറഞ്ഞാൽ നിനക്കുള്ള റേമ ഈ ബൈബിളിലുണ്ട്. ഇപ്പം മനസ്സിലായോ? ഇവയിലൊന്നും കാണാതിരിക്കില്ലെന്ന് പറഞ്ഞാൽ നിന്റെ പ്രതിസന്ധിക്കുള്ള ഉത്തരം ഈ വചനത്തിൽ ഉണ്ട്. കഴിഞ്ഞ 19 വർഷമായിട്ട് 10,000-കണക്കിന് ആളുകൾ കത്തുകളിലൂടെയും നേരിട്ടും മെസ്സേജുകളിലൂടെയും പലര് വഴിയായും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചതിന് നന്ദി, ബൈബിൾ വായിക്കാൻ പ്രേരിപ്പിച്ചതിന് നന്ദി. വചനം വായിച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ കുടുംബം ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ബൈബിൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് ആത്മഹത്യ ചെയ്യാതെ ജീവിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ.
അപ്പൊ അവർ എന്താണ് ഈ ലോകത്തോട് വിളിച്ച് പറയുന്നത്? അവർ പറയുന്നത് ഇതാണ്: ഈ വചനമാണ് ഞങ്ങളെ, ഈ റേമായാണ് ഞങ്ങളോട് സംസാരിച്ച ദൈവത്തിന്റെ വചനമാണ് ഞങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ പറയാണ്, ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. അതായത് ഒരു വാക്യത്തിന്റെ വിശദീകരണം മറ്റൊരു വാക്യത്തിനുണ്ടാവും. ബൈബിളിൽ ഏതെങ്കിലും ഒരു കാര്യം സംശയം വരികയാണെങ്കിൽ എണ്ണയാണെന്നറിയാം, ബൈബിളിന് പുറത്തുനിന്നല്ല അതിൻ്റെ ഉത്തരം തേടേണ്ടത്, ബൈബിളിനകത്ത് തന്നെ അതിന് ഉത്തരമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ബൈബിളിനകത്ത് തന്നെ ഓരോ വാക്യത്തിൻ്റെയും വ്യാഖ്യാനം കിടപ്പുണ്ട്. അതാണ് ഇണ. ഇവയിലൊന്നിന് ഇണയില്ലാതിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. ശ്രദ്ധിച്ചേ, ഇതാ ഈ കാര്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചേ, അതായത് ഈ ബൈബിൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു ഡെഡ് ബുക്ക് അല്ല, ഡെഡ് ബുക്ക് അല്ല. ഞാൻ 2016 വരെ തിരുവനന്തപുരത്തെ മാർ ഇവാനിയസ് കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകനായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ കുട്ടികളെ ഇഷ്ടമായിരുന്നു, എൻ്റെ കുട്ടികൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണ്. മനസ്സിലായി? അന്ന് പഠിപ്പിച്ചവർക്കൊക്കെ ഇപ്പോഴും വലിയ സ്നേഹമാണ്. പറ്റുമ്പോഴൊക്കെ അവർ വിളിക്കുകയും അന്വേഷിക്കുകയും ചിലപ്പോൾ കാണാൻ വരികയും ഒക്കെ ചെയ്യും. അപ്പോൾ എനിക്കും ഇഷ്ടമാണ്, പഠിപ്പിക്കുന്നത് എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ ഒരിക്കലും കോളേജിനെ വെറുത്തത് കൊണ്ടല്ല, അധ്യാപനം ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല. എന്നാൽ 2016 എത്തുമ്പോഴേക്കും എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ പകൽ സമയത്ത് മാർ ഇവാനിയസ് കോളേജിൽ കുട്ടികളെ ഷേക്സ്പിയറും ബൈറണും ബേക്കണും ഷെല്ലിയും വേർഡ്സ്വർത്തും കീറ്റ്സും ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിഷ്ടമാണ് ഒരു പദ്യം എടുത്തിട്ട് അതിലാരും കാണാത്ത അർത്ഥം കണ്ടുപിടിച്ച് ഈ കുട്ടികളുടെ മുമ്പിൽ അത് പറഞ്ഞ് അവരിങ്ങനെ വിടർന്ന കണ്ണുകളോടെ നോക്കിയിരിക്കുമ്പോൾ, കവിത എന്നൊക്കെ പറഞ്ഞാൽ അത് വേറൊരു നിലവാരമാണ്. അപ്പം അതെനിക്ക് ഇഷ്ടമായിരുന്നു. അതിങ്ങനെ കാണാനും അവരിങ്ങനെ അത്ഭുതത്തോടെ, അയ്യോ ഇതിനകത്ത് ഇങ്ങനൊരു സാധനം ഉണ്ടോയെന്ന്, അപ്പോൾ അതെനിക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇതിങ്ങനെ ഇരുന്ന് വായിച്ച് പഠിച്ച് പിറ്റേന്ന് ചെന്നിട്ട്, അപ്പോൾ അത്ഭുതങ്ങളോടെ അവരിരുന്ന് ഈ കവിത പഠിപ്പിക്കുന്നത്, ഡ്രാമ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ നോവൽ പഠിപ്പിക്കുന്നത്, അവരിങ്ങനെ, അത് സാഹിത്യം എനിക്കിഷ്ടമായിരുന്നത്, കുട്ടികൾക്ക് ഇഷ്ടമായിരുന്നു. ക്ലാസ് ഒന്നും കട്ട് ചെയ്ത് അവർ പോകത്തില്ലായിരുന്നു. ഞാൻ അഹങ്കാരം പറയല്ല, അങ്ങനെയായിരുന്നു അത്. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും ഞാനൊരു സത്യം തിരിച്ചറിഞ്ഞു. ആ സത്യം ഇതാണ്: എൻ്റെ മുമ്പിലുള്ള കുഞ്ഞുങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് അവരെ ഇഷ്ടമാണ്, എൻ്റെ ക്ലാസ് അവർക്ക് ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഗുണപരമായി ഒരു മാറ്റവും എൻ്റെ അധ്യാപനം കൊണ്ട് ഉണ്ടാവുന്നില്ല. എന്നാൽ അതേ ഡാനിയേലച്ചൻ, ദ വൺ ആൻഡ് ദ സെയിം ഡാനിയേലച്ചൻ, ദ സെയിം, രാവിലെ ഇട്ട് അതേ ലോഹ, 3:30 കോളേജ് വിടും. 3:30 എൻ്റെ കൂട്ടുകാർ വണ്ടിയും എടുത്ത് റെഡിയായിട്ട് കോളേജിൻ്റെ വാതിൽക്ക് നിൽക്കും, അല്ലെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കും. അവിടുന്ന് ഞാൻ ചില ദിവസങ്ങളിൽ മുറിയിലോട്ട് പോയി മുഖം കഴുകാൻ പോലും സമയമില്ലാതെ ഓടി വണ്ടിക്കകത്തോട്ട് കയറും. ആ വണ്ടി വളരെ വേഗത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകും. അവിടെ ഞങ്ങൾ ഇറങ്ങി അന്ന് സുവിശേഷം പ്രസംഗിക്കും. രാത്രിയിൽ ഹോസ്റ്റലിലേക്ക് തിരിച്ചു വരും. അതേ പകല് ഷേക്സ്പിയറും ബൈറണും ബേക്കണും ഷെല്ലിയും കീറ്റ്സും വേർഡ്സ്വർത്തും ഒക്കെ പഠിപ്പിച്ച അതേ ഡാനിയേലച്ചൻ വൈകുന്നേരം അതേ ലോഹയിട്ട് കുളിക്ക് പോലും ചെയ്യാതെ അതേ ലോഹയിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ട മിഷൻ സെൻ്ററിലോ ഏതെങ്കിലും ഒരു പള്ളിയിലോ അല്ലെ കുറച്ച് പേര് ഇതുപോലെ വെളിയിൽ എവിടെയെങ്കിലും പന്തലിട്ട് കൂടുന്നിടത്തോ പോയി ഈ ബൈബിളിൽ നിന്ന് ഒരു 10 വചനം പറഞ്ഞ് അവരോട് സംസാരിക്കുമ്പോൾ കൊടും ക്രിമിനലുകൾ മാനസാന്തരപ്പെട്ടത് മുതൽ തളർവാദ രോഗി കിടക്ക വിട്ട് എഴുന്നേൽക്കുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടെന്നേ പറയുന്നത്, കേട്ടിട്ടുണ്ടെന്നല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. കൊടും ക്രിമിനലുകൾ മാനസാന്തരപ്പെട്ടത് മുതൽ തളർവാദ രോഗി എഴുന്നേൽക്കുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വചനം പ്രസംഗിക്കുമ്പോൾ പകൽ സമയത്ത് ഞാൻ കോളേജിലേക്ക് തിരിച്ചു ചെല്ലും. ഉദാത്തമായ ലോകത്തിൻ്റെ ഉത്കൃഷ്ട ഗ്രന്ഥങ്ങൾ, ഉത്തമ സാഹിത്യകൃതികൾ, പുകൾപ്പറ്റ പേരുകേട്ട മനുഷ്യരുടെ ഉദാത്ത സാഹിത്യ സൃഷ്ടികൾ, കാലം അവസാനിച്ചാലും ലോകം അവസാനിച്ചാലും ചരിത്രം അവസാനിച്ചാലും നിലനിൽക്കുമെന്ന് വിശ്വവിഖ്യാതന്മാരായ ആളുകൾ വാഴ്ത്തിപ്പാടിയ മഹനീയ മഹത് ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ കണ്ണിങ്ങനെ വിടർന്ന് നിൽക്കും. പക്ഷെ അവരുടെ സ്വഭാവത്തിനൊരു വ്യത്യാസം വരുന്നില്ല.
അങ്ങനെ ഒരു 4 കൊല്ലം ഇതേ ഈ പ്രക്രിയ തുടർന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, വെറുതെ എന്തിനാണ് ഈ പകൽ സമയം കളയുന്നത്? വെറുതെ എന്തിനാണ് ഈ പകൽ സമയം കൂടെ വെറുതെ കളയുന്നത്? ആ സമയത്തും കൂടെ ഈ ബൈബിള് പറഞ്ഞാൽ 10 പേർക്കൂടെ വ്യത്യാസം വരും. അങ്ങനെയാണ് 2017 ഈ പുസ്തകം ഒരു ചത്ത പുസ്തകമല്ലെന്നും ഇത് ലോകത്തെ മറ്റേത് ഗ്രന്ഥത്തെക്കാളും ഉത്കൃഷ്ടമായ ജീവനുള്ള ഗ്രന്ഥമാണെന്നും എൻ്റെ ആത്മാവിലും മനസ്സിലും വ്യക്തത കിട്ടിയപ്പോൾ ഞാൻ കോളേജ് അധ്യാപനം ഉപേക്ഷിച്ച് മുഴുവൻ സമയ സുവിശേഷകനായിട്ട് മാറി. അത് ഈ പുസ്തകത്തിന് ജീവനുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ്, ഈ പുസ്തകം ജീവിക്കുന്നതാണെന്ന് മനസ്സിലായപ്പോഴാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് എന്നെ വിശ്വസിക്കാം. മനസ്സിലായല്ലോ? എന്നെ വിശ്വസിക്കാം. ഞാൻ ഈ പുസ്തകത്തിന് വേണ്ടി ഒരു കോളേജ് വിട്ടിറങ്ങിയ ആളാണ്. എന്നെ വിശ്വസിക്കാം. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ട്? ഇതിന് ജീവനുണ്ട്. ഇതിനകത്തൂടെ ജീവിക്കുന്ന ദൈവം സംസാരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? കണ്ടുപിടിച്ച് വായിക്കണം. നാളെയെങ്കിലും ബൈബിൾ ഇല്ലാതെ വരരുത്. എന്നെ അത്രയും പറഞ്ഞേ. നാളെയെങ്കിലും ബൈബിൾ ഇല്ലാതെ വരരുത്. പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി പറയുമ്പോൾ ഇതൊന്നും പറയാൻ പാടില്ലാത്തതാണ്, എങ്കിലും പറയുന്നത് പൗലോസൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ നിൽക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല. സത്യം പറയുകയാണ്. ദേഹമാസകല ഇടിഞ്ഞു നുറുങ്ങുന്ന വേദന, ദേഹമാസകലം, ഒട്ടും നിൽക്കാൻ വയ്യ. കാലിൽ വെരിക്കോസിസ്, അതികഠിനമായ നടുവേദന, ഈ കഴുത്തിൻ്റെ ഭാഗം തിരിയാൻ പോലും പറ്റാത്ത വേദന, ശരീരം. ഇന്ന് പകലൊക്കെ ഞാൻ പറയായിരുന്നു ചാവാറായെന്ന് തോന്നുന്നു. കാരണം ഒട്ടും വയ്യ. കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്താ കാര്യം എന്നറിയാമോ? രാത്രിയെന്നും പകലെന്നും ഇല്ലാതെ, ജീവിതത്തിൽ ഒരൊറ്റ ദിവസം പോലും വിശ്രമമില്ലാതെ ഈ ഓട്ടം. കഷ്ടപ്പാട് പറയാനല്ല, അങ്ങനെ കഷ്ടപ്പെട്ടാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്. കഷ്ടപ്പെട്ട് തന്നെയാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ, ശരിക്കും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. അന്നേരം ഉദാസീനമായിട്ട് വരരുത്, കേൾക്കാൻ വേണ്ടി വരരുത്. ഈ പുസ്തകം ഇല്ലാതെ ഒരെണ്ണം ഈ പന്തലിനകത്ത് ഉണ്ടാവരുത്. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾക്ക് വായിക്കാൻ അറിയാമെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടാവണം. കാരണം പാവപ്പെട്ട മനുഷ്യർ ജീവൻ കൊടുത്തതാണ് ഒരു ബൈബിൾ ഉണ്ടാവാൻ വേണ്ടി. ഒരു വേദപുസ്തകം നമ്മൾ സംസാരിക്കുന്ന പ്രാദേശിക ഭാഷയിലെത്താൻ ജീവനും ജീവിതവും ചോരയും നീരും കൊടുത്ത 10,000 കഷ്ടപ്പാടിൻ്റെ അവശേഷിപ്പാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം. അതുകൊണ്ട് ബൈബിൾ എടുക്കണം, വായിക്കണം, എടുത്ത് വായിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. എടുത്ത് വായിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. എഴുന്നേറ്റുന്നേ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, വേദപുസ്തകം എടുക്കാതെ വരാൻ പാടില്ല. ബൈബിളും കൊണ്ടേ വരാവൂ. മനസ്സിലായി? നിങ്ങൾ വായിച്ചില്ലേ ഇവിടുത്തെ വിഷയമല്ല. നിങ്ങളുടെ കയ്യിലൊരു ബൈബിൾ ഉണ്ടാവണം. മരിക്കുന്ന സമയത്ത് പറയണം, വിൽപ്പത്രം എഴുതി വെക്കണം, എൻ്റെ ബൈബിൾ എൻ്റെ നെഞ്ചത്ത് വെച്ച് അടക്കണം. നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകം വേണം, ബൈബിൾ എടുത്ത് വായിക്കണം. അത് വിശ്വാസിയുടെ ജീവിതത്തിന് നൽകപ്പെട്ട മൂലധനമാണ്, നൽകപ്പെട്ട നിക്ഷേപമാണ്. അത് എടുത്ത് പിടിക്കുന്നതിൽ അഭിമാനം കൊള്ളണം, അതെടുത്ത് നടക്കുന്നതിൽ അഭിമാനം കൊള്ളണം. നാളെ ഒരു കാലത്ത് ഈ ബൈബിൾ പിടിച്ചതിൻ്റെ പേരിൽ സമൂഹത്തിൽ വെച്ച് നിങ്ങളെ ആളുകൾ ഉപദ്രവിച്ചാൽ, പീഡിപ്പിച്ചാൽ, അതിൻ്റെ പേരിൽ മരിക്കേണ്ടി വന്നാൽ അത് അഭിമാനമായി കരുതി മരിക്കണം. വേദപുസ്തകം എടുത്ത് നെഞ്ചത്ത് വെച്ച് നടക്കാൻ പരിശീലിക്കണം. അത് നാണക്കേടായിട്ട് വിചാരിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്ന് കണ്ണടച്ച് കരങ്ങൾ ഉയർത്തി വചനത്തിൻ്റെ വലിയൊരു അഭിഷേകം ദേശത്ത് വ്യാപരിക്കാൻ ആഗ്രഹിച്ച് ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ. സ്തുതിക്കട്ടെ. ഒരു 10-20 പേര് നമ്മുടെ സ്വരം കേൾക്കട്ടെ. അതിനെ തുറന്ന് മഹത്വം, ആരാധന, പുകഴ്ച, ആരാധന, സ്തുതിക്കുന്ന ഈശോയ്ക്ക് നന്ദി പറയുന്നു. മഹത്വപ്പെടുത്തുന്ന കർത്താവേ, എല്ലാ മഹത്വവും പുകഴ്ചയും ആരാധനയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, സ്തുതിക്കുന്നു. എല്ലാ സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു. ദൈവമേ, സമർപ്പിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലെ, യൂദയായാലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എൻ്റെ സാക്ഷികളായിരിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ. സ്തുതിക്കട്ടെ. മഹത്വം, ആരാധന. ഈശോയെ സ്തുതിക്കുന്നു. നാവിന്റെ കെട്ടുകൾ അഴിയണമേ, ഹൃദയത്തിന്റെ കെട്ടുകൾ അഴിയണമേ. വചനത്തിനായി ഹൃദയങ്ങൾ തുറക്കപ്പെടണമേ. ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കണമേ.
അഭിഷേക ശക്തി വ്യാപരിക്കണമേ. കർത്താവ് സംസാരിക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടണമേ. ദൈവമേ, അങ്ങയുടെ ശക്തി വെളിപ്പെടണമേ. അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടണമേ. ഈ ജനത്തിൻ്റെ മേൽ, ദേശത്തിൻ്റെ മേൽ സ്വർഗമിറങ്ങി പ്രവർത്തിക്കണമേ. മരുന്നോ ലേപനമോ അല്ല, അങ്ങയുടെ വചനത്താൽ സുഖപ്പെടുത്തണമേ. അവർ തങ്ങളുടെ കഷ്ടപ്പാടിൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് നിന്റെ വചനമയച്ചവരെ സുഖപ്പെടുത്തി. കർത്താവേ, മരുന്നോ ലേപനമോ അല്ല, നിന്റെ വചനമയക്കണമേ. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. അവിടുന്ന് വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു. അവിടുത്തെ ക്ഷതങ്ങളാൽ ഞങ്ങൾ സൗഖ്യം പ്രാപിച്ചു. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയാം. മഹത്വം, മഹത്വം. ആമേൻ. ഇരിക്കാം. യെശയ്യാ പ്രവചനത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. യെശയ്യാ പ്രവചനത്തിൻ്റെ 6-ാമത്തെ അധ്യായം. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം ഉച്ചത്തി വായിക്കാം. യെശയ്യാ 6:1 മുതൽ വായിക്കാം. ഉസിയാ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. ഉസിയാ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എപ്പോഴാണ് കർത്താവ് ഉന്നതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് കണ്ടത്? അത് വളരെ ബൈബിളിൽ ഒരു കാര്യം പോലും വെറുതെ എഴുതപ്പെടില്ല. അപ്പം അങ്ങനെ എഴുതപ്പെട്ടതിന് ഒരു കാരണമുണ്ട്. ആ കാരണമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദർശനം ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഉസിയാ രാജാവ് മരിച്ച വർഷമാണ്. ഉസിയ മരിക്കുന്ന വർഷമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം യെശയ്യായ്ക്ക് വെളിപ്പെടുന്നത്. അത് വളരെ ശ്രദ്ധിച്ചു വായിച്ചാൽ ഒരു കാര്യം കൂടെ മനസ്സിലാവും. ഒന്നുകൂടെ വായിക്കാം. 6-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നെ നോക്കിയേ, കർത്താവ് എവിടാണ് ഉപവിഷ്ടനായിരിക്കുന്നത്? ഉന്നതമായ ഒരു സിംഹാസനത്തിൽ. കർത്താവ് ഒരു സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. എപ്പോഴാണ് യെശയ്യാ കണ്ടത്? അപ്പോൾ ഉസിയ രാജാവ് മരിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ഉസിയ രാജാവ് സിംഹാസന ഭ്രഷ്ടനായപ്പോൾ, സിംഹാസനത്തിൽ ആളൊഴിഞ്ഞപ്പോൾ, സിംഹാസനം ഒഴിഞ്ഞു കിടന്നപ്പോൾ. രാജാവ് മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? സിംഹാസനം ഒഴിഞ്ഞപ്പോൾ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ദൈവത്തെ സിംഹാസനത്തിൽ ഇരുത്തുന്നതിന് പകരം ഒരാള് ഞാൻ ദൈവത്തെക്കാൾ വലുതാണെന്ന് ചിന്തിച്ച് ജനത്തെ ഭരിച്ചുകൊണ്ടിരുന്നു. ആ ആള് മരിച്ചപ്പോൾ, ആ സിംഹാസനം ഒഴിഞ്ഞപ്പോൾ ദൈവം സിംഹാസനത്തിലിരിക്കുന്നത് യെശയ്യാ കണ്ടു. കണ്ടോ? അത് രണ്ടും വളരെ കണക്റ്റഡ് ആണ് ആ വാക്കുകൾ. ഉസിയ രാജാവ് മരിച്ച് സിംഹാസനം ഒഴിഞ്ഞപ്പോൾ യെശയ്യാ കാണുകയാണ് ദൈവം സിംഹാസനത്തിലിരിക്കുന്നു. നന്നായിട്ട് ശ്രദ്ധിച്ചേ. ദൈവം നമ്മുടെ മധ്യേ സിംഹാസനം ഇട്ടിരിക്കണമെങ്കിൽ നമ്മൾ ആ സിംഹാസനത്തിൽ നിന്ന് മാറണം. ദൈവം നമ്മുടെ മധ്യേ സിംഹാസനം ഇട്ടിരിക്കണമെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ എടുക്കുന്നത് അവസാനിപ്പിക്കണം. എന്തായിരുന്നു ഉസിയയുടെ പ്രശ്നം? എടുക്ക് 2 ദിനവൃത്താന്തം 26. 2 ദിനവൃത്താന്തം 26. 26-ാമത്തെ അധ്യായത്തിൽ 2 ക്രോണിക്കിൾസ് 26, 2 ദിനവൃത്താന്തം 26 അതിൻ്റെ 3-ാമത്തെ വാക്യം. 2 ദിനവൃത്താന്തം 26 3-ാമത്തെ വാക്യം. എന്താണ്? 16-ാമത്തെ വയസ്സിൽ രാജ്യഭാരമേറ്റ ഉസിയ ജെറുസലേമിൽ 52 വർഷം ഭരിച്ചു. അപ്പൊ 52 അധികം 16 എത്ര? ഞാൻ കണക്കിന് തോറ്റ ആളാണ്. 52 അധികം 52 + 16 68. അതുപോലെ അറിഞ്ഞൂടെ? 68. അപ്പോൾ ഉസിയ മരിച്ചപ്പോൾ ഉസിയയുടെ പ്രായം 68 വയസ്സ്.
16-ാമത്തെ വയസ്സിൽ രാജ്യഭാരമേറ്റ ആളാണ്. വളരെ ചെറുപ്പമായിരുന്നപ്പോൾ രാജാവായതാണ്. എന്നിട്ട് അദ്ദേഹം മരിച്ചത് 52 വർഷം കഴിഞ്ഞ് 68-ാമത്തെ വയസ്സിൽ. അപ്പം ഇദ്ദേഹം 4-ാമത്തെ വാക്യം, ചെറുപ്പത്തിൽ നല്ല ഭക്തനായിരുന്നു, ദൈവത്തിന് മഹത്വം കൊടുത്ത ആളായിരുന്നു. തൻ്റെ പിതാവായ അമസിയായെ പോലെ അവനും കർത്താവിൻ്റെ മുമ്പിൽ നീതി പ്രവർത്തിച്ചു. പിന്നെ പള്ളിയിലൊക്കെ പോകുന്ന ആളായിരുന്നു. അച്ഛന്മാരൊക്കെ പറയുന്നത് കേൾക്കുന്ന ആളുമായിരുന്നു. വായിച്ച അടുത്ത വാക്യം, തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ച സക്കറിയ ജീവിച്ചിരുന്നിടത്തോളം കാലം, ദൈവഭക്തി അഭ്യസിപ്പിച്ച സക്കറിയ ജീവിച്ചിരുന്നിടത്തോളം കാലം അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ, കാറ്റഗിസം പഠിപ്പിച്ച, സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച സിസ്റ്റർ മരിക്കുന്നത് വരെ ഉസിയ ദൈവഭക്തനായിട്ട് ജീവിച്ചു. പള്ളിയിൽ ഇവനെ സ്വാധീനിച്ച, ഇവൻ അൾത്താര ബാലനൊക്കെ ആയിരുന്നപ്പോൾ അവന് വേദോപദേശം പറഞ്ഞു കൊടുത്ത വികാരിയച്ഛൻ മരിക്കുന്നവരെ അവൻ ദൈവഭക്തനായിട്ട് ജീവിച്ചു. ഇനി അത് കഴിഞ്ഞ് ഒരുപാട് നേട്ടങ്ങൾ ഇസ്രായേലിന് ഉസിയ വഴി ഉണ്ടായി. അതാണ് അടുത്ത പാരഗ്രാഫ്. വായിക്കാൻ സമയമില്ല, പിന്നീട് വായിച്ചാൽ മതിയാവും. ഇനി വായിക്കേണ്ടത് 16-ാമത്തെ വാക്യം. അങ്ങനെ ഇസ്രായേലിലെ ദാവീദ് കഴിഞ്ഞാൽ ഇസ്രായേലിന് വലിയ നേട്ടങ്ങൾ കൊയ്ത രാജാക്കന്മാരിൽ ഒരാളായിരുന്നു ഉസിയ. അപ്പോൾ 16-ാമത്തെ വാക്യം, പ്രാബല്യം നേടിയപ്പോൾ അവൻ അഹങ്കാരപ്രമത്തനായി തീർന്നു. പ്രാബല്യം നേടിയപ്പോൾ അവൻ അഹങ്കാരപ്രമത്തനായി തീർന്നു. അടുത്ത വാക്യം, അതവനെ നാശത്തിലേക്ക് നയിച്ചു. തൻ്റെ ദൈവമായ കർത്താവിനോട് അവൻ അവിശ്വസ്തത കാണിച്ചു. ധൂപപീഠത്തിൽ ധൂപമർപ്പിക്കാൻ കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, എന്താണെന്നറിയാമോ? കേൾക്കുന്നുണ്ടോ? മടുത്തോ? കട്ടൻ ചായ വല്ലതും വേണോ? വേണ്ട, ഓക്കെ. അപ്പോൾ ശ്രദ്ധിച്ചോണേ, നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, എന്നാലും കുറച്ചുകൂടെ ശ്രദ്ധിച്ചോ. ഈ ഉസിയ ഉണ്ടല്ലോ, ഉസിയ ബൈബിളിൽ എഴുതപ്പെട്ട ഒരു തിരുവെഴുത്തിൻ്റെ ഭാഗമാണ്. വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യവും മനസ്സിലാക്കണം. ഉസിയ വളരെ ദൈവഭക്തനായിരുന്നു, ചെറുപ്പത്തിൽ നല്ല ആളായിരുന്നു. ഉസിയായിക്കൊക്കെ ഒരു കല്യാണാലോചന വന്നാൽ നാട്ടിൽ എല്ലാവരും പറയും, ഒന്നും ആലോചിക്കണ്ട, നല്ല പയ്യനാണെന്ന് പറയും. കാരണം പള്ളിയിലുണ്ട്, ഓൾട്ടർ സർവീസ് ചെയ്യുന്നുണ്ട്, കൊയറിലുണ്ട്, യൂത്തിലുണ്ട്, കാറ്റഗിസം പഠിപ്പിക്കുന്നുണ്ട്, നല്ലവനായിരുന്നു. എന്ത് ചെയ്തു? അവൻ്റെ ദൈവഭക്തി കണ്ട് പടിപടിയായി ദൈവം അനുഗ്രഹിച്ച് അവൻ ആ നാട്ടിലെ വലിയ പ്രാബല്യമുള്ള ഒരാളായിട്ട് മാറി. ഇഷ്ടം പോലെ ധനമുണ്ടായി, അധികാരമുണ്ടായി, സ്വാധീനം ഉണ്ടായി, സൗന്ദര്യം ഉണ്ടായി, ആരോഗ്യം ഉണ്ടായി, എല്ലാം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവൻ അഹങ്കാരപ്രമത്തനായി ദൈവത്തെ മറന്നു. ഇത് എനിക്കും സംഭവിക്കാം, നിങ്ങൾക്കും സംഭവിക്കാം. അഹങ്കാരപ്രമത്തനായിട്ട് ദൈവത്തെ മറന്നു. ദൈവത്തെ മറന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അവനൊരു ദിവസം നേരെ, അപ്പം ദൈവത്തെക്കാളും വലുതാണിപ്പം, നേരെ ദേവാലയത്തിലേക്ക് ചെന്നു. ദേവാലയത്തിലേക്ക് ചെന്നിട്ട് അവൻ ധൂപം സമർപ്പിക്കാനായിട്ട് ഒരുമ്പെട്ടു. അങ്ങനെ ധൂപം സമർപ്പിക്കാൻ ഇവൻ രാജാവാണെങ്കിലും ഇവൻ അവകാശമില്ല. കാരണം എന്താണ്? അവൻ പുരോഹിതനല്ല. അപ്പോ അസറിയ എന്ന് പറയുന്ന പ്രധാന പുരോഹിതൻ 80 കരുത്തരായ പുരോഹിതന്മാരുടെ കൂടെ അവനെ തടഞ്ഞു. സ്റ്റോപ്പ്. മനസ്സിലായ? നല്ല നട്ടലുള്ള അച്ഛന്മാരുണ്ടായിരുന്നു. എന്നെ എന്നറിയാം, സ്റ്റോപ്പ്, നിൽക്കണം അവിടെ എന്ന് പറഞ്ഞു. രാജാവാണിത്, രാജാവാണ്. പക്ഷേ അച്ഛന്മാര് 81 പേര് നേരെ അങ്ങോട്ട് നിന്നിട്ട് പറഞ്ഞു, ഉസിയ സ്റ്റോപ്പ്, നിൽക്കടാ അവിടെ. ഉസിയ പറഞ്ഞു, ഞാൻ രാജാവാണ്. ഞാൻ ആരാന്നറിയാവോ? മറന്നുപോകരുത്, ഞാൻ ആരാണ്? ഞാൻ രാജാവാണ്. അപ്പൊ അസറിയ പറഞ്ഞു, നീ രാജാവൊക്കെ ആയിരിക്കും, അതൊക്കെ കൈ ഇരിക്കട്ടെ, 4 മടക്കി പോക്കറ്റ് ഇട്ടേക്കാൻ പറഞ്ഞു. പക്ഷെ ധൂപം അർപ്പിക്കേണ്ടത് പുരോഹിതനാണ്. ദൈവത്തിൻ്റെ സംവിധാനമനുസരിച്ച് ധൂപം സമർപ്പിക്കേണ്ടത് പുരോഹിതനാണ്, നീയല്ല. വിശുദ്ധ സ്ഥലത്ത് പോയി ധൂപമർപ്പിക്കാനുള്ള അവകാശം നീ രാജാവാണെങ്കിലും നിനക്കില്ല. അപ്പൊ ഇത് കേട്ടിട്ട് അസറിയ പുരോഹിതന്മാരോട് കോപിച്ചു എന്ന് പറഞ്ഞാൽ വെറുതെ ദേഷ്യപ്പെട്ടു എന്ന് മാത്രമല്ല, അവർക്കെതിരെ നടപടിയെടുക്കാൻ ഉത്തരവിട്ടു. ഉസിയയെ തടഞ്ഞുകൊണ്ട്, വാക്യം 18,
17 കരുത്തന്മാരായ 80 പുരോഹിതന്മാരോടുകൂടെ അസറിയ പുരോഹിതൻ അവൻ്റെ പിന്നാലെ ചെന്ന് ഉസിയായെ തടഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, ഉസിയ, നീയല്ല കർത്താവിന് ധൂപമർപ്പിക്കേണ്ടത്. അഹറോന്റെ പുത്രന്മാരും ധൂപാർപ്പണത്തിന് പ്രത്യേകം നിയോഗിക്കപ്പെട്ടവരുമായ പുരോഹിതന്മാരാണ്. വിശുദ്ധ സ്ഥലത്ത് നിന്ന് നീ പുറത്തു കടക്കൂ, നീ ചെയ്തത് തെറ്റാണ്. ഇത് ദൈവമായ കർത്താവിൻ്റെ മുമ്പാകെ നിനക്ക് മഹത്വം നൽകുകയില്ല. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നീ എടുത്താൽ നിന്റെ മഹത്വം നഷ്ടപ്പെടും. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നീ കവർന്നാൽ നിന്റെ മഹത്വം പോവും. നീ ഇപ്പൊ മഹത്വത്തിൽ നിൽക്കുകയാണ്, ഗ്ലോറിയിൽ നിൽക്കുകയാണ്. ഇപ്പൊ നീയാണ് ഒന്നാമത്തവൻ. ഇപ്പോൾ നിന്റെ തലയിൽ തങ്കക്കിരീടമുണ്ട്. നിനക്ക് ഈ ജനത്തെ ഭരിക്കാൻ ഒരു സിംഹാസനവും ഒരു ചെങ്കോലും ഒരു അധികാരവും കിരീടവും അധികാരാവകാശങ്ങളും സുഖസൗകര്യങ്ങളും സംവിധാനങ്ങളും ദൈവം തന്നിട്ടുണ്ട്. ഇത് നിനക്ക് നിന്റെ മഹത്വമാണ്. നിനക്ക് മഹത്വം തന്നിട്ടുണ്ട് ദൈവം, നിന്നെ ഒന്നാമത് നിർത്തിയിട്ടുണ്ട്. എന്നാൽ നീ ഇപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് നീ വലിയ ആളാണ്, നീ കേമനാണ്, നീ സമർത്ഥനാണ്, നീയാണ് പ്രമാണി, നീ ദൈവത്തെക്കാൾ വലുതാണ്, ദൈവം നൽകിയ നിയമങ്ങൾക്കുപരിയാണ് നീ എന്ന് നീ ചിന്തിച്ചാൽ ഒരിക്കൽ ദൈവം നിനക്ക് തന്ന മഹത്വം ദൈവം തിരിച്ചെടുക്കും. നിന്റെ മഹത്വം പോവും. നീ ചെയ്യരുത്. പുരോഹിതന്മാര് താക്കീത് കൊടുത്തു. 19 ഉസിയ കുപിതനായി. അവൻ കയ്യിൽ ധൂപകലശവുമായി നിൽക്കുകയായിരുന്നു. പുരോഹിതന്മാരോട് കോപിച്ച ക്ഷണത്തിൽ കർത്താവിൻ്റെ ആലയത്തിൽ ധൂപപീഠത്തിൻ്റെ സമീപത്ത് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം പിടിച്ചു. നെറ്റിയിൽ കുഷ്ഠം പിടിച്ചാൽ ഇനി അവന് കിരീടം വെക്കാൻ പറ്റത്തില്ല. കിരീടം ഇരുന്ന സ്ഥലത്ത് കുഷ്ഠം, മഹത്വം ഇരുന്ന സ്ഥലത്ത് ജീർണത, ഗ്ലോറി ഇരുന്നെടുത്ത് നാശം. മനസ്സിലാവുന്നുണ്ടോ? ദൈവം മഹത്വത്തിന്റെ തങ്കക്കിരീടം വെച്ചുകൊടുത്ത തലയിൽ കുഷ്ഠം. എങ്ങനെ ഇത് വന്നേ? അഹങ്കാരം. ദൈവത്തെക്കാൾ വലുതാണ്, സഭയേക്കാൾ വലുതാണ്, മറ്റെല്ലാവരെക്കാളും വലുതാണ് എന്ന ചിന്ത അവന് ദൈവം കൊടുത്ത മഹത്വം നഷ്ടപ്പെട്ട് കുഷ്ഠം പിടിപെടാൻ ഇടയായി. 20 പ്രധാന പുരോഹിതന്മാരായ അസറിയായും മറ്റു പുരോഹിതന്മാരും അവനെ നോക്കി, അതാ അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം. അവനെ അവർ ഉടനെ പുറത്താക്കി. കർത്താവ് ശിക്ഷിച്ചതിനാൽ പുറത്തു പോകാൻ അവൻ തിടുക്കം കൂട്ടി. മരിക്കുന്നതുവരെ ഉസിയ രാജാവ് കുഷ്ഠരോഗിയായി കഴിഞ്ഞു. കുഷ്ഠരോഗി എന്ന നിലയിൽ ദേവാലയത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട് അവൻ്റെ ഒരു പ്രത്യേക വസതിയിൽ കഴിഞ്ഞു. മകൻ യോഥാം കൊട്ടാരത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് ജനത്തെ ഭരിച്ചു. ഇനി യെശയ്യാ 6 തിരിച്ചു വരിക. ആ ഉസിയ രാജാവ് മരിച്ചപ്പോൾ അഹങ്കാരത്തിൻ്റെ സിംഹാസനത്തിലിരുന്ന ഉസിയ ആ സിംഹാസനത്തിൽ നിന്ന് മാറി യോഥാം രാജാവായപ്പോൾ അധികം ദിവസം കഴിയാതെ ഉസിയ മരിച്ചു എന്നാണ് പറയുന്നത്. അധിക ദിവസങ്ങൾ കഴിയാതെ. അപ്പോൾ ആ ഉസിയ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവം സിംഹാസനത്തിലിരുന്നത് യെശയ്യാ കണ്ടു. നിങ്ങൾക്ക് പിടികിട്ടിയോ കാര്യം? അതായത് നമ്മൾ കയറി ദൈവത്തിൻ്റെ മഹത്വം എടുത്ത് ദൈവത്തിൻ്റെ സ്ഥാനത്തിരിക്കുമ്പോൾ പിന്നെ ആ സിംഹാസനത്തിൽ ദൈവമില്ല. നമ്മുടെ അടുത്ത് പിന്നെ ദൈവമില്ല. ഇതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് അഹങ്കാരം മനുഷ്യനെയും ദൈവത്തെയും വെറുപ്പിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. പ്രഭാഷകന്റെ പുസ്തകം എടുക്കാം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുകയാണ്, പ്രഭാഷകന്റെ പുസ്തകത്തിന്റെ 10-ാമത്തെ അധ്യായം, പ്രഭാഷകൻ 10:7. പ്രഭാഷകൻ 10-ാം അധ്യായം 7-ാം തിരുവചനം വായിക്കാം. അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. കണ്ടോ? അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. കർത്താവും എടുക്കത്തില്ല, മനുഷ്യരും എടുക്കത്തില്ല. അഹങ്കാരം വായിക്കേ. പ്രഭാഷകൻ 10:7. മടുത്തോ? വായിക്കേ. 10:7. അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. അനീതി ഇരുവർക്കും നിന്ദ്യമാണ്. അനീതി, അഹങ്കാരം, അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോകുന്നു. അതാണ് ഉസിയയ്ക്ക് സംഭവിച്ചത്. സാമ്രാജ്യം കൈമാറിപ്പോകുന്നു. പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവൻ്റെ ശരീരം ജീർണിക്കുന്നു. നിസാര രോഗമെന്ന് പിശുക്കരൻ പുച്ഛിച്ച് തള്ളുന്നു.
പറഞ്ഞേ ഹല്ലേലൂയ. എന്താ ഇവിടെ പറഞ്ഞേ? ശ്രദ്ധിച്ച് വായിച്ചായിരുന്നോ? അതായത് ജീവിച്ചിരിക്കെ തന്നെ അഹങ്കാരിയുടെ ശരീരം ജീർണിച്ചു തുടങ്ങുന്നു. ഞാൻ ബൈബിളിൽ നിന്നൊരു 3 ഉദാഹരണം കാണിക്കാം. ജീവിച്ചിരിക്കെ തന്നെ അഹങ്കാരിയുടെ ശരീരം ജീർണിച്ചു തുടങ്ങുന്നു. നിങ്ങൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം എടുക്കുക. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം, യേശയ്യ, ജെറമിയ, എസെക്കിയേൽ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായം, ദാനിയേൽ അധ്യായം 4, അതിൻ്റെ 29-ാമത്തെ വാക്യം. പ്രവാചകനെ നമ്മൾ എന്താ കണ്ടേ? അഹങ്കാരി ജീവിച്ചിരിക്കെ തന്നെ അവൻ്റെ ശരീരം ജീർണിച്ചു തുടങ്ങുന്നു, പുഴുവിനും കീടത്തിനും അവകാശിയായിട്ട് മാറുന്നു. വായിക്കാം. ദാനിയേൽ 4-ാം അധ്യായം 29 വായിച്ചേ. 12 മാസം കഴിഞ്ഞ് ബാബിലോണിലെ രാജകൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ രാജാവ് പറഞ്ഞു, എൻ്റെ രാജകീയ മഹത്വത്തിന് വേണ്ടി രാജമന്ദിരമായി എൻ്റെ മഹാപ്രഭാവത്താൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹതിയായ ഈ ബാബിലോൺ. മതി, നോക്കാവോ? ഈ രാജാവിൻ്റെ പേരാണ് നെബൂഖദ്നേസർ രാജാവ്. നെബൂഖദ്നേസർ രാജാവ് ബാബിലോൺ നഗരം പണി കഴിപ്പിച്ചു. പഴയ പുരാതന കാലത്തെ 7 മഹാത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു ബാബിലോണിലെ ഹാങ്ങിങ് ഗാർഡൻ. ബാബിലോൺ എന്ന് പറയുന്ന നഗരം പ്രതാപമുറ്റതായിരുന്നു. യൂഫ്രട്ടീസ് നദിയുടെ തീരത്തായിരുന്നു ഈ നഗരം. രാജാക്കന്മാർക്കൊരു അഹന്തയുണ്ടായിരുന്നു, ശത്രുക്കൾ വന്ന് ആക്രമിക്കത്തില്ല. കാരണം യൂഫ്രട്ടീസ്, കരകവിഞ്ഞൊഴുകുന്ന യൂഫ്രട്ടീസ് നദി കടന്നു വേണം ബാബിലോണിൻ്റെ നഗര കവാടങ്ങളെ സമീപിക്കാൻ. 12 കവാടങ്ങളുണ്ടായിരുന്നു ബാബിലോൺ നഗരത്തിന്. ഈ 12 കവാടങ്ങളിൽ ഏത് നഗര കവാടമാണ് തുറന്നു കിടക്കുന്നതെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഏത് നഗര കവാടത്തെ 12 കവാടം, 12 ഗേറ്റ് ഉണ്ട്. ഈ 12 ഗേറ്റിലെ ഏത് ഗേറ്റാണ് ഇന്ന് തുറക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഇനി യൂഫ്രട്ടീസ് നദിയാണ് അതിര്. ഒരു പ്രത്യേക രീതിയിലാണ് നഗരത്തിൻ്റെ കൺസ്ട്രക്ഷൻ. അതിര് നദിയാണ്. അപ്പം നദി നീന്തി കടന്നു വേണം ഈ കവാടത്തിലെത്താൻ. ആ കവാടം തുറക്കുമ്പോൾ അകത്തും നദിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ. അകത്തും നദിയാണ്. ഇനി ഒരാൾ ഈ നഗര കവാടം തുറന്നു കിടക്കുന്ന ഒരു നഗര കവാടത്തിലൂടെ ഒരാൾ അകത്ത് പ്രവേശിച്ചാൽ വാ പിളർന്നു നിൽക്കുന്ന മുതലകൾ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രാജാക്കന്മാർക്കൊരു അഹന്തയുണ്ടായിരുന്നു. ഒരിക്കലും ഒരു ശത്രു ഈ നഗര കവാടങ്ങൾ കടന്ന് അകത്ത് പ്രവേശിക്കുകയില്ല. എന്താ സംഭവിച്ചെന്നറിയാമോ? ഇങ്ങനെ അഹങ്കരിച്ചിരുന്ന ഈ രാജാക്കന്മാര് ഒരു കാര്യം ഓർത്തില്ല. ആരഹങ്കരിച്ചാലും ആ അഹങ്കാരത്തിൻ്റെ സിംഹാസനങ്ങളെ തകിടം മറിക്കുന്ന സിംഹാസനസ്ഥനായ ഒരു ദൈവമുണ്ട്. അത് ചരിത്രത്തിലെ പാഠമാണ്. അത് ഈ നാട് ഇപ്പം 2024 ആരഹങ്കരിച്ചാലും അതാരും ആവട്ടെ, അതൊരു ഭരണാധികാരി ആവട്ടെ, അതൊരു സാധാരണ മനുഷ്യനാവട്ടെ, ഒരു ഉദ്യോഗസ്ഥനാവട്ടെ, ഒരു തൊഴിലാളി ആവട്ടെ, ഇനി വലിയ ഭരണാധികാരികളാവട്ടെ, ഈ ആരഹങ്കരിച്ചാലും, മനസ്സിലായോ? ഞങ്ങൾ ദൈവത്തെക്കാൾ വലുതാണെന്ന് പറഞ്ഞ് ആരഹങ്കാരത്തിൻ്റെ വർത്താനം പറഞ്ഞാലും ചരിത്രം ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അവരെ തകർത്ത് താഴെയിടുന്ന ഒരു ദൈവമുണ്ട്. ഒരു സംശയമില്ല. നോക്കിയിരുന്നു, അത് കാണാൻ ഈ ആയുസ്സിൽ ദൈവം ഭാഗ്യം തരും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ആരഹങ്കരിച്ചാലും, ഇനി ഇത് എന്നെക്കാളും വലിയൊരാളില്ല, ഇത് ഞാനിപ്പോൾ ഇവിടെ മലമറിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിന്നാൽ അവനെ തകർത്ത് താഴെയിടുന്ന ഒരു ദൈവമുണ്ട്. അതാണ് ബൈബിളിലെ ദൈവം. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഈ അഹങ്കാരത്തെ ദൈവം വെച്ച് വെറുപ്പിക്കത്തില്ല. അത് ഒരു സംശയവും വേണ്ട. അതിന് ആരായാലും, ഏത് കൊടി കൊത്തിയവനാണെങ്കിലും ഏത് കൊലക്കൊമ്പനാണെങ്കിലും അവൻ താഴെ പോവും. അപ്പൊ യൂഫ്രട്ടീസ് നദി അതിരാക്കി മുതലകളെ, വാ പിളർന്ന് നിൽക്കുന്ന ആളെപ്പിടിയ മുതലകളെ കാവൽ നിർത്തി. ഇനി അതിന് കഴിയുമ്പോൾ വലിയ ടവറാണ്. ആ ടവറിനകത്ത് 4 പാടും വീക്ഷിച്ചുകൊണ്ട് പട്ടാളക്കാർ കാവൽ നിൽക്കുക. അപ്പൊ ഇനി ഏതെങ്കിലും ഒരുത്തന് കയറാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ ഓർക്കണം, ഈ നെബൂഖദ്നേസർ ജനിക്കുന്നതിന് മുമ്പ്, കുറച്ചുകൂടെ ഞാൻ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, ഈ നെബൂഖദ്നേസറിന്റെ അപ്പൻ നിക്കറിട്ട് നടക്കുന്ന പ്രായത്ത്, പള്ളി നിക്കറൊക്കെ ഇട്ട് നടക്കുന്ന പ്രായത്തിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്ന. പ്രവാചകന്റെ പേരാണ് യേശയ്യ. ആ പ്രവാചകൻ കുറേ വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് യേശയ്യാ പ്രവചനത്തിൻ്റെ 44-ാമത്തെ അധ്യായത്തിൽ ഒരു പ്രവചനം നടത്തിയിട്ടുണ്ടെന്ന് പാവം ചേട്ടായി അറിഞ്ഞിരുന്നില്ല.
ഒരു പ്രവചനം തിരുവഴുത്തി കിടപ്പുണ്ടായിരുന്നു. യേശയ്യാ പ്രവചനത്തിൻ്റെ 44-ാമത്തെ അധ്യായത്തിൽ ഒരു പ്രവചനം കിടപ്പുണ്ടായിരുന്നു. ആ പ്രവചനം ഞാൻ വായിക്കാം. യേശയ്യാ 44:26. യേശയ്യാ 44:26. നിങ്ങൾ നിങ്ങളുടെ ബൈബിളിൽ നോക്കുക, ഞാൻ വായിക്കും. നിങ്ങൾ ബൈബിളിൽ നോക്കുക. ജെറുസലേമിനോട് അവൾ അധിവസിക്കപ്പെടുമെന്നും യൂദാ നഗരങ്ങളോട് അവൾ പുനർനിർമ്മിക്കപ്പെടുമെന്നും നാശത്തിൽ നിന്ന് അവരെ ഞാൻ പുനരുദ്ധരിക്കുമെന്നും അവിടുന്ന് അരുളി ചെയ്യുന്നു. ഉണങ്ങിപ്പോവുക, നിന്റെ നദികളെ ഞാൻ വറ്റിക്കുമെന്ന് അവിടുന്ന് ആഴത്തോട് കൽപ്പിക്കുന്നു. ഒരു പ്രവചനം കിടക്കുകയാണ്. ഉണങ്ങിപ്പോവുക, നിന്റെ നദികളോട് നിന്റെ നദികളെ ഞാൻ വറ്റിക്കുമെന്ന് അവിടുന്ന് ആഴത്തോട് കൽപ്പിക്കുന്നു. സൈറസിനെ പറ്റി, ഞാൻ നിയോഗിച്ച ഇടയനാണവൻ, അവൻ എൻ്റെ ഉദ്ദേശം സഫലമാക്കുമെന്നും ജെറുസലേമിനെ കുറിച്ച് അവൾ പുനർനിർമ്മിക്കപ്പെടുമെന്നും ദേവാലയത്തെക്കുറിച്ച് നിന്റെ അടിസ്ഥാനം ഉറപ്പിക്കുമെന്നും അവിടുന്ന് അരുളി ചെയ്യുന്നു. എന്താണിത്? ശ്രദ്ധിച്ചിരിക്കുക, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ശ്രദ്ധിച്ചിരിക്കുക. യേശയ്യ ഒരു കാര്യം മുൻകൂട്ടി പ്രവചിക്കുകയാണ്. ദർശനം. എന്താ ദർശനം? യേശയ്യ ഒരു ദർശനം കാണുകയാണ്. കരകവിഞ്ഞൊഴുകുന്ന ഒരു നദി ദൈവമായ കർത്താവ് വറ്റിക്കും. കരകവിഞ്ഞൊഴുകുന്ന ഒരു നദി ദൈവമായ കർത്താവ് വറ്റിക്കും. വറ്റിച്ചിട്ട് ദൈവം ജെറുസലേമിനെ പുതുക്കി പണിയും, യൂദായുടെ നഗരങ്ങളെ പുനരുദ്ധരിക്കും. ഇതെപ്പോഴെന്നറിയാമോ? മുന്നോട്ട് കണ്ടിട്ട് പറയുകയാണ്. ഭാവി. എന്താണ് ഭാവി? യെശയ്യായുടെ പ്രവചനം കഴിഞ്ഞ് ജെറമിയ ഒരു 40 കൊല്ലം പ്രവചിച്ച് കഴിയുമ്പോൾ ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ വന്ന് ജെറുസലേമിനെ കീഴടക്കി, ജെറുസലേമിൻ്റെ നഗരകവാടങ്ങൾ കത്തിച്ച് ചാമ്പലാക്കി, ദേവാലയത്തെ അഗ്നിക്കരയാക്കി, ജെറുസലേമിനെ മുഴുവൻ നശിപ്പിച്ചിട്ട് ജെറുസലേമിലെ യൂദാ നിവാസികളെ മുഴുവൻ പ്രവാസികളായി ബാബിലോണിലേക്ക് നാടുകടത്തും. യെശയ്യ ഇത് മുൻകൂട്ടി കാണുകയാണ്. ബാബിലോണിലോട്ട് നാടുകടത്തും. അങ്ങനെ ബാബിലോണിലെത്തി 70 കൊല്ലം പൂർത്തിയാവുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ദൈവം നദിയെ വറ്റിക്കും, ദൈവം ആഴത്തെ ഉണക്കും. എന്നിട്ട് ദൈവം എന്ത് ചെയ്യും? ഒരു പേര് പറഞ്ഞിരിക്കുകയാണ്, സൈറസ്. ഒരു പേര്. ഇതാരാന്ന് യെശയ്യായ്ക്ക് പോലും അറിയത്തില്ലായിരുന്നു. സൈറസ് എന്ന് പറയുന്ന ഒരു രാജകുമാരനെ ദൈവം നിയോഗിക്കും. ആരാണ് സൈറസ് എന്നറിയാമോ? സൈറസ് ബാബിലോണിന്റെ പ്രതിയോഗിയായിരുന്ന ഒരു രാജവംശമുണ്ട്. ആ രാജവംശത്തിന്റെ പേരാണ് മീദോ പേർഷ്യൻ കിങ്ഡം. മേദിയ പേർഷ്യൻ രാജവംശം, മീദോ പേർഷ്യൻ എംപയർ. ആ മീദോ പേർഷ്യൻ എംപയറിലെ ദാരിയൂസ് എന്ന് പറയുന്ന രാജാവിന്റെ അനന്തരവന്റെ പേരാണ് സൈറസ്. രാജകുമാരനാണ് സൈറസ്. പേർഷ്യ രാജവംശത്തിലെ മീദോ പേർഷ്യൻ രാജവംശത്തില് സൈറസ് എന്ന് പറയുന്ന ഒരു കൊച്ചു രാജകുമാരൻ യെശയ്യാ ദർശനത്തിൽ കാണുകയാണ്. സൈറസ്. ഇനി 45 മുതൽ വായിച്ച്. രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജാക്കന്മാരുടെ അരപ്പട്ടകൾ അഴിക്കുന്നതിനും നഗരകവാടങ്ങൾ അടയ്ക്കപ്പെടാതെ തുറന്നിടുന്നതിനും വേണ്ടി. നിർത്തിക്കെ. നഗരകവാടങ്ങൾ എത്ര ഉണ്ട്? 12. ഒന്നേ തുറക്കത്തുള്ളൂ. പക്ഷെ പറയുകയാണ് സൈറസ് രാജ്യങ്ങൾ കീഴടക്കാനും രാജാക്കന്മാരുടെ അരപ്പട്ട അഴിക്കാനും നഗരകവാടങ്ങൾ തുറന്നിടാനും വേണ്ടി ആരുടെ വലതുകരം ഞാൻ ഗ്രഹിച്ചിരിക്കുന്നു, ആ എൻ്റെ അഭിഷിക്തനായ സൈറസിനോട് പറയുക, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. എത്ര കൊല്ലം മുമ്പ് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവമുണ്ട്, ദൈവത്തിന് പ്രവചനമുണ്ട്. ആ പ്രവചനം എഴുതപ്പെട്ടിട്ടുണ്ട്, അത് സംഭവിക്കും. അപ്പൊ പറയാണ്, നെബൂഖദ്നേസർ രാജാവ് ഇങ്ങനെ അഹങ്കരിച്ച് വലിയ ഒരു നഗരം പണിതു, ബാബിലോൺ. അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നെബൂഖദ്നേസർ മരിച്ചു. നെബൂഖദ്നേസർ മരിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകൻ ബൽഷാസർ രാജാവ് ബാബിലോണിൻ്റെ അധിപതിയായി വാഴുമ്പോൾ, ബാബിലോണിൻ്റെ ദേശീയ ഉത്സവം നാഷണൽ ഫെസ്റ്റിവൽ നടക്കുന്ന ദിവസം രാജാവും പ്രഭുക്കന്മാരും സൈന്യാധിപന്മാരും പട്ടാളക്കാരും മുഴുവൻ മദ്യലഹരിയിൽ ഒരു വലിയ കോൺഫിഡൻസ് ഉണ്ട്, ഫോൾസ് കോൺഫിഡൻസ്. എന്താ? ആരും ഇങ്ങോട്ട് കയറി വരാൻ പോകണില്ല. ആ ഫോൾസ് കോൺഫിഡൻസിൽ, അമിതമായ അതിര് കടന്ന ആത്മവിശ്വാസത്തിൽ, മൂക്കറ്റം മദ്യലഹരിയിൽ രാജാവും പ്രഭുക്കന്മാരും ജെറുസലേം ദേവാലയത്തിൽ നിന്ന് വല്യപ്പൻ കവർന്നെടുത്ത് കൊണ്ടുവന്ന ദൈവത്തെ ആരാധിക്കാൻ ഉപയോഗിച്ചിരുന്ന പാനപാത്രങ്ങളും തങ്കത്തളികളിലും എടുത്തു കൊണ്ടുവന്നിട്ട് അതിനകത്ത് മദ്യമൊഴിച്ച് പ്രഭുക്കന്മാർക്ക് ദേവാലയത്തിലെ പൂജാപാത്രങ്ങളിൽ മദ്യമൊഴിച്ച് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഭിത്തിയിൽ ഒരു വിരല് ഇങ്ങനെ എഴുതി
എന്താ എഴുതിയെന്നറിയാം? മെനെ മെനെ തെക്കേൽ പാർസീൻ, മെനെ മെനെ തെക്കേൽ പാർസീൻ. ദൈവത്തിന്റെ വിരലുകൾ ഭിത്തിയിൽ ഇങ്ങനെ എഴുതി. ഞാൻ നിന്നെ തൂക്കി നോക്കി, നിന്നെ ഞാൻ വില കുറഞ്ഞവനായി കണ്ടിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. എന്താ സംഭവിച്ചെന്നറിയാമോ? മീദോ പേർഷ്യൻ രാജവംശത്തിലെ രാജകുമാരനായിരുന്ന സൈറസ് മാസങ്ങൾക്ക് മുമ്പേ ബാബിലോൺ സാമ്രാജ്യത്തെ തകർക്കാൻ പദ്ധതിയിട്ടു. അയാൾ ചെയ്തത്, യൂഫ്രട്ടീസ് നദി കരകവിഞ്ഞൊഴുകുന്നത് കൊണ്ട് ബാബിലോണിലേക്ക് കടക്കാൻ പറ്റാതെ പട്ടാളക്കാർ വലയുമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം കരകവിഞ്ഞൊഴുകുന്ന യൂഫ്രട്ടീസ് നദി വറ്റിക്കാൻ വേണ്ടി യൂഫ്രട്ടീസ് നദിയുടെ വിവിധ ഭാഗങ്ങളിൽ കനാലുകൾ കുഴിച്ചു. കനാലുകൾ. എന്നിട്ട് ഒറ്റ രാത്രിയിൽ ഈ മുഴുവൻ കനാലുകളും തുറന്നുവിട്ട് യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം വറ്റിച്ച് പട്ടാളക്കാര് ബാബിലോൺ നഗരത്തിനകത്തേക്ക് പ്രവേശിച്ചു. ബാബിലോണിന്റെ ദേശീയ ഉത്സവത്തിൽ മൂക്കറ്റം മദ്യപിച്ച് മദ്യലഹരിയിൽ കഴിഞ്ഞിരുന്ന പട്ടാളക്കാരുടെ കണ്ണ് വെട്ടിച്ച് സൈറസിന്റെ പട്ടാളം ബാബിലോൺ നഗരത്തിൽ പ്രവേശിച്ച് ബൽഷാസർ മദ്യലഹരിയിൽ ഉന്മത്തനായി കിടന്നുറങ്ങുമ്പോൾ അവന്റെ അന്തപുരത്തിൽ കിടപ്പറയിൽ പ്രവേശിച്ച് അവന്റെ കഴുത്ത് വെട്ടിയെടുത്ത് ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഈ നഗരത്തെക്കുറിച്ചാണ്. ഈ നഗരം ഒരിക്കലും അജയ്യമായി ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നെബൂഖദ്നേസർ രാജാവ്, ദാനിയേലിലേക്ക് വാ, ഈ നഗരത്തെക്കുറിച്ച്, ഈ നഗരം പണിത് കഴിഞ്ഞിട്ട് അയാള് ഒരു വീരവാദം നടത്തുകയാണ്. വായിക്കാം. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 29-ാമത്തെ വാക്യം. ദാനിയേൽ 4:29 വായിക്കാം. 12 മാസം കഴിഞ്ഞ് ബാബിലോണിലെ രാജകൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ രാജാവ് പറഞ്ഞു, എൻ്റെ രാജകീയ മഹത്വത്തിന് വേണ്ടി രാജമന്ദിരമായി എൻ്റെ മഹാപ്രഭാവത്താൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹതിയായ ഈ ബാബിലോൺ. അടുത്ത വാക്യം. ഈ വാക്കുകൾ രാജാവിൻ്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുൻപ് തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു. നെബൂഖദ്നേസർ രാജാവേ, നിന്നോടാണ് പറയുന്നത്, രാജ്യം നിന്നിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു. നീ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടുകയും നിന്റെ വാസം വന്യമൃഗങ്ങളോടൊത്തായിരിക്കുകയും ചെയ്യും. കാളയെപ്പോലെ നീ പുല്ല് തിന്നും. മനുഷ്യരുടെ രാജ്യം ഭരിക്കുന്നത് അത്യുന്നതനാണെന്നും താൻ ഇച്ഛിക്കുന്നവന് അവിടുന്ന് അത് നൽകുമെന്നും നീ അറിയുന്നത് വരെ 7 സംവത്സരം കടന്നുപോകും. അപ്പോൾ തന്നെ ഈ വാക്കുകൾ നെബൂഖദ്നേസറിൽ നിവൃത്തിയായി. അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടുകയും അവൻ്റെ നഖം പക്ഷിയുടെ നഖം പോലെയും രോമം കഴുകൻ്റെ തൂവലുകൾ പോലെയും വളരുന്നതുവരെ കാളയെപ്പോലെ പുല്ല് തിന്നുകയും ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. അതായത് ഞാൻ ഈ ഭാഗത്തെക്കുറിച്ച് വായിച്ചത്, ബൈബിള് പഠിച്ച പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നത്, അതായത് ഒരു പ്രത്യേക തരത്തിലുള്ള ഈ ബൊവാൻത്രോപ്പി എന്ന് പറയുന്ന ഒരു മാനസിക രോഗത്തിന് ഇരയായിട്ട് മാറി. ഇയാൾക്ക് ഒരു മാനസിക രോഗിയായിട്ട് മാറി. എന്തെന്നറിയോ? അയാൾ ചിലപ്പോൾ പട്ടിയെപ്പോലെ നടക്കും, ചിലപ്പോൾ കുരങ്ങനെ പോലെ ചാടും, അയാൾ ചിലപ്പോൾ ഇങ്ങനെ പാമ്പിനെ പോലെ എഴയും. ഇതൊരു മാനസിക രോഗമാണ്. ആ രോഗത്തിന് അയാൾ അടിമയായി. അങ്ങനെ മാസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. നിങ്ങൾ എന്താ സംഭവിക്കുന്നറിയാം? ഒരാൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം സ്വയം എടുത്തിട്ട്, ഇത് ഞാൻ ചെയ്തതാണ്, ഞാൻ പണിതതാണ്, ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാൻ നിർമ്മിച്ചതാണ്, എൻ്റെ കഴിവാണ്, എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചതാണ്, ഞാൻ വലുതാക്കിയതാണ്, ഞാൻ എൻ്റെ കേമത്തരാണെന്ന് പറയുമ്പോൾ ഓർത്തോ, നിന്റെ തൊട്ടടുത്ത് ഒരു വലിയ അപായം പതിയിരിപ്പുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ അഹങ്കാരം ദൈവം വെറുക്കുന്ന തിന്മയാണ്. ദൈവത്തിന് ഇത് വെറുപ്പാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുത്തില്ല. അഹങ്കാരം ഉള്ളിടത്ത് പിശാച് മാത്രമേ ഉള്ളൂ, ദൈവം ഇല്ല. എല്ലാ മഹത്വവും ദൈവത്തിന്. എളിമയോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനത, മഹത്വം ദൈവത്തിന് കൊടുക്കുന്ന. ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ദൈവം നമുക്ക്. ഒത്തിരി നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ലാത്ത, ഹൃദയം സങ്കല്പിച്ചിട്ടില്ലാത്ത നന്മകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളെ നടത്തിയ വഴികൾക്ക് കയ്യും കണക്കുമില്ല. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ദൈവം നമുക്ക് തന്നത്. ഒന്നിനെക്കുറിച്ച് ഒരു മഹത്വം എടുക്കരുത്. എല്ലാം ദൈവം തന്നതാണ്, കർത്താവിൻ്റെ കൃപയാണ്. ദൈവമേ ആരോഗ്യം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ, ദൈവമേ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ, ആഹാരം കഴിക്കുമ്പോഴൊക്കെ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് ഒരു നിമിഷമെങ്കിലും കർത്താവിനെ മഹത്വപ്പെടുത്തിയിട്ട് ഭക്ഷണം കഴിക്കണം. പ്രാർത്ഥിക്കണം, കുടുംബത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. വൈകുന്നേരമൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് നന്ദി പറയണം. കുടുംബ പ്രാർത്ഥനയൊക്കെ നടത്താതിരിക്കുന്നത് അഹങ്കാരത്തിൻ്റെ നല്ല ലക്ഷണമാണ്. കാരണം എന്താ? ഇതൊക്കെ എൻ്റെ കഴിവുകൊണ്ട് നടക്കുന്നതാണ്, എൻ്റെ കഴിവുകൊണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുക്കണം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ. എന്തെന്നറിയാം? നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ.
ദൈവത്തിന് മഹത്വം, എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കണം. എന്ത് നന്മയുണ്ടെങ്കിലും അതിൻ്റെ മഹത്വം ഒന്നും എടുക്കാൻ പോകരുത്. അത് ഞാൻ ചെയ്താണ്, എൻ്റെ കഴിവാണ്, ഞാൻ അങ്ങനെ ചെയ്തത്, ഞാൻ ഇങ്ങനെ ഒന്നുമല്ല. എല്ലാം ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. എന്നൊക്കെ പറഞ്ഞ് കരങ്ങളടിച്ച് കർത്താവിന് നന്നായി പറഞ്ഞ് ശക്തമായിട്ട് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നിങ്ങൾ മക്കബായരുടെ പുസ്തകത്തിൽ മറ്റൊരു രാജാവിനെ നമ്മൾ കാണുകയാണ്. മക്കബായരുടെ പുസ്തകത്തിൽ വേറൊരു രാജാവിനെ നമ്മൾ കാണുകയാണ്. ആ രാജാവിൻ്റെ പേരാണ് അന്തിയോക്കസ് എപ്പിഫാനസ്. 2 മക്കബായർ 9-ാം അധ്യായം. 2 മക്കബായർ 9-ാമത്തെ അധ്യായം. ദിനവൃത്താന്തമൊക്കെ എടുത്തിട്ട് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് മറിച്ചാൽ മതി, ഇത് കിട്ടും, മക്കബായർ കിട്ടും. മക്കബായർ എളുപ്പമുണ്ട്, എന്താ പറയുക, മക്കബായർ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. ബൈബിളിൻ്റെ ഒത്ത നടുക്കായിട്ട് ഇങ്ങോട്ട് തുറന്നാൽ ഏത് പുസ്തകം കിട്ടും? സങ്കീർത്തനം കിട്ടും. സങ്കീർത്തനത്തിന് തൊട്ട് മുമ്പ് ജോബിന് തൊട്ട് മുമ്പാണ് മക്കബായർ. മനസ്സിലായോ? ബൈബിളിൽ തുറക്കാൻ എളുപ്പമാണ്. മക്കബായർ വിടാൻ അറിയത്തില്ലെങ്കിൽ മക്കബായർ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കാതെ നേരെ നടുക്കോട്ടങ്ങ് തുറക്കുക. തുറന്നിട്ട് എന്ത് ചെയ്യുക? സങ്കീർത്തനം കിട്ടും. അപ്പം അതിൻ്റെ തൊട്ട് പുറകിൽ ജോബുണ്ട്. ജോബിൻ്റെ തൊട്ട് മുമ്പിലാണ് മക്കബായർ. അപ്പം 2 മക്കബായർ 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഉറക്കെ വായിച്ചേ. അക്കാലത്ത് അന്തിയോക്കസ് പേർഷ്യാദേശത്ത് നിന്ന് തോറ്റ് പിൻവാങ്ങി പെർസപ്പോളീസ് നഗരത്തിൽ പ്രവേശിച്ച് ക്ഷേത്രങ്ങൾ കവർച്ച ചെയ്യാനും നഗരം കീഴ്പ്പെടുത്താനും ഉദ്യമിച്ചു. എന്നാൽ നഗരവാസികൾ ആയുധവുമായി പാഞ്ഞെത്തി അവനെയും അനുയായികളെയും തോൽപ്പിച്ചു. അന്തിയോക്കസ് ലജ്ജിതനായി തിരിച്ചോടി. നിക്കാനോറിനും തിമോത്തിയോസിന്റെ സൈന്യത്തിന് സംഭവിച്ചത് എഗ്ബത്താനയിലെത്തിയപ്പോൾ അവൻ അറിഞ്ഞു. കോപാക്രാന്തനായി അവൻ തന്നെ തുരത്തിയവരോടുള്ള പക യഹൂദരോട് വീട്ടാൻ തീരുമാനിച്ചു. ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് വരെ രഥം നിർത്താതെ ഓടിക്കാൻ സാരഥിക്ക് കൽപ്പന നൽകി. ദൈവത്തിൻ്റെ വിധി അവനെ അനുയാത്ര ചെയ്തിരുന്നു. എന്നാൽ ജെറുസലേമിലെത്തുമ്പോൾ അത് യഹൂദരുടെ ശ്മശാനമാക്കുമെന്ന് അവൻ ഗർവോടെ പറഞ്ഞു. പ്രിയ മക്കളെ, നിങ്ങൾ നന്നായിട്ട് വായിക്കുന്നുണ്ട്, ഉറക്കെ വായിച്ചു ഒന്നുകൂടെ. എന്നാൽ ജെറുസലേമിലെത്തുമ്പോൾ അത് യഹൂദരുടെ ശ്മശാനമാക്കുമെന്ന് അവൻ ഗർവോടെ പറഞ്ഞു. അടുത്ത വാക്യം. എന്നാൽ ഇസ്രായേലിൻ്റെ ദൈവവും സർവദർശിയുമായ കർത്താവ് അദൃശ്യവും ദുഷ്ശമവുമായ രോഗത്താൽ അവനെ പ്രഹരിച്ചു. പറഞ്ഞു തീർന്ന ഉടനെ നിശിതവും അപരിഹാര്യം, പരിഹരിക്കാനാവാത്തതുമായ ഉദരവേദന അവനെ പിടികൂടി. വളരെ പേരുടെ ഉദരങ്ങൾക്ക് കിരാതമായ പീഡനമേൽപ്പിച്ച അന്തിയോക്കസിന് ഇത് സംഭവിച്ചത് തികച്ചും യുക്തമാണ്. എന്നാൽ ഇതുകൊണ്ടും അവൻ ധിക്കാരം അവസാനിപ്പിച്ചില്ല. കൂടുതൽ ഗർവിഷ്ഠനായി ക്രോധത്താൽ ജ്വലിച്ചുകൊണ്ട് രഥവേഗം വർദ്ധിപ്പിക്കാൻ അവൻ ആജ്ഞാപിച്ചു. അതിശീഘ്രം പാഞ്ഞുകൊണ്ടിരുന്ന തേരിൽ നിന്ന് അവൻ തെറിച്ചു വീണു. തൽഫലമായി അവന് സർവാംഗം വേദനയുണ്ടായി. ഉറക്കെ വായിക്ക് 8-ാമത്തെ വാക്യം. അതിമാത്രമായ അഹങ്കാരത്താൽ തിരമാലകളെ ചൊൽപ്പടിക്ക് നിർത്താമെന്നും ഉന്നത ശൈലങ്ങളെ ത്രാസിൽ തൂക്കാമെന്നും വ്യാമോഹിച്ച അവൻ നിലം പതിച്ച് മഞ്ചലിൽ വഹിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ ശക്തി എല്ലാവർക്കും ദൃശ്യമായി. ആ അധർമ്മിയുടെ ദേഹമാസകലം പുഴുക്കൾ നിറഞ്ഞു. കണ്ടോ? മതി മനസ്സിലായോ? പ്രഭാഷകനിൽ എന്താ പറഞ്ഞേ? അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ പുഴുവിനും കീടത്തിനും അവകാശിയായിട്ട് മാറും. ഇതാണ് അഹങ്കാരത്തിൻ്റെ പ്രശ്നം. ഇനി വേറൊരു രാജാവ് പുതിയ നിയമത്തിൽ അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 12-ാം അധ്യായത്തിൽ സഭയിൽ അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിൽ ആദ്യം രക്തസാക്ഷിയായതാരാ? എസ്തപ്പാനോസ് അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിലല്ലേ? 12 അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിൽ ആദ്യം രക്തസാക്ഷിയായത് ആരാണ്? യാക്കോബ് ശ്ലീഹ. അപ്പോൾ ഈ ഹെറോദേസ് അഗ്രിപ്പ രാജാവ്. അപ്പോൾ ഈ രാജാവ് സഭയിൽപ്പെട്ടവരെ പീഡിപ്പിക്കാൻ തുടങ്ങി. വായിച്ചേ. അക്കാലത്ത് അപ്പസ്തോല പ്രവർത്തനം 12. അക്കാലത്ത് ഹെറോദേസ് രാജാവ് സഭയിൽപ്പെട്ട ചിലരെ പീഡിപ്പിക്കാൻ തുടങ്ങി. അവൻ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളിനിരയാക്കി. യഹൂദരെ ഇത് സന്തോഷിപ്പിച്ചുവെന്ന് കണ്ട് അവൻ പത്രോസിനെയും ബന്ധനസ്ഥനാക്കാൻ ഒരുമ്പെട്ടു. അത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് അവനിങ്ങനെ യാക്കോബിനെ കൊന്നു, പത്രോസിനെ തടവിലാക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ട് താഴോട്ട് വരുമ്പോൾ 20-ാമത്തെ വാക്യം മുതൽ ഉച്ചത്തി വായിക്കുക. 20-ാമത്തെ വാക്യം മുതൽ. ടൈറിലും സീദോനിലുമുള്ള ആളുകളോട്
ഹെറോദേസിന് വൈരമുണ്ടായിരുന്നു. അവർ ഒന്നു ചേർന്ന് രാജാവിൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ പള്ളിയരക്കാരനായ ബ്ലാസ്തോസിനെ സ്വാധീനിച്ച് സമാധാനത്തിന് വേണ്ടി അപേക്ഷിച്ചു. കാരണം അവരുടെ ദേശം ഭക്ഷ്യസാധനങ്ങൾക്ക് ആശ്രയിച്ചിരുന്നത് അവൻ്റെ രാജ്യത്തെയാണ്. 21 മുതൽ ഉച്ചത്തി വായിക്കുക. ഒരു നിശ്ചിത ദിവസം ഹെറോദേസ് രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അവരോട് പരസ്യമായി സംസാരിച്ചു. അതായത് രാജാവ് എന്തെന്നറിയാം, ഈ എംപറർ വർഷിപ്പുണ്ട്, രാജാവ് ദൈവമാണെന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട് റോമാക്കാർക്ക്. ഇതൊക്കെ കണ്ടിട്ട് ഹെറോദേസ് ദൈവത്തെ പോലെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വലിയ വലിയ പ്രൗഢിയോടെ വസ്ത്രം ധരിച്ച് സിംഹാസനത്തിലിരുന്നു. ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു, ഉറക്കെ വായിക്കാം, ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു, ഇത് ഒരു ദേവന്റെ സ്വരമാണ്, മനുഷ്യൻ്റേതല്ല. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി. എന്തെന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല, പുഴുക്കൾക്കിരയായി അവൻ അന്ത്യശ്വാസം വലിച്ചു. 3 രാജാക്കന്മാർ. ആരൊക്കെയാ അത്? നെബൂഖദ്നേസർ, അന്തിയോക്കസ് എപ്പിഫാനസ്, ഹെറോദ് അഗ്രിപ്പ. ഈ രാജാക്കന്മാര് ഹെറോദ് അഗ്രിപ്പ അല്ല, ഹെറോദ് അന്തിപ്പാസ്. അഗ്രിപ്പ ഇനി പൗലോസിനെ വിചാരണ ചെയ്യുന്ന രാജാവാണ് ഹെറോദ് അഗ്രിപ്പ. ഇത് അന്തിപ്പാസ്. ഞാൻ പറഞ്ഞ തെറ്റാണ്, അഗ്രിപ്പ അല്ല, അന്തിപ്പാസ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ പുഴുക്കൾക്കിരയായി അന്ത്യശ്വാസം വലിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിച്ചേ. അതുകൊണ്ട് ഇതെന്താ സംഭവിക്കുന്നറിയാമോ? നമ്മൾ ഈ പ്രഭാഷകന്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ കണ്ടു, ജീവിച്ചിരിക്കെ തന്നെ അവൻ്റെ ശരീരം ജീർണിക്കുന്നു. അതെടുക്കാം. പ്രഭാഷകൻ 10:9. പ്രഭാഷകൻ 10-ാം അധ്യായം 9-ാം വാക്യം. പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്? അടുത്ത വാക്യം വായിച്ചേ. ജീവിച്ചിരിക്കെ തന്നെ അവൻ്റെ ശരീരം ജീർണിക്കുന്നു, നിസാര രോഗമെന്ന് ഭിഷകരൻ ഡോക്ടർമാർ പുച്ഛിച്ച് തള്ളുന്നു. എന്നാൽ ഇന്ന് രാജാവ്, നാളെ ജഡം. മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. ഹൃദയം അവൻ്റെ സ്രഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അതിനോടൊട്ടി നിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കും. അതിനാൽ കർത്താവ് അപൂർവമായ പീഡകൾ അയച്ച് അവനെ നിശേഷം നശിപ്പിക്കുന്നു. കർത്താവ് പ്രബലന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കി വിനീതരെ ഉയർത്തുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, അഹങ്കാരം ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ എളിമയോടെ നിൽക്കണം. അടുത്ത വചനം വായിക്കാം. യേശയ്യാ പ്രവചനം 2-ാം അധ്യായം 11 മുതലുള്ള തിരുവചനം. യേശയ്യാ 2-ാം അധ്യായം 11 മുതലുള്ള തിരുവചനം ഉച്ചത്തി വായിക്കാമോ? യേശയ്യാ 2:11 മുതൽ. ഐസയ്യാ 2:11. മനുഷ്യൻ്റെ അഹന്ത തലതാഴ്ത്തും, അഹങ്കാരികളെ എളിമപ്പെടുത്തും. കർത്താവ് മാത്രം ആ ദിനത്തിൽ ഉയർന്നു നിൽക്കും. കർത്താവിന് ഒരു ദിനമുണ്ട്, അഹന്തയും ഉന്നതഭാവവുമുള്ള എല്ലാറ്റിനും എതിരായ ദിനം. ലെബനോനിലെ ഉന്നതമായ ദേവദാരുവിനും ബാഷാനിലെ കരുവേലകത്തിനും ഉന്നതമായ പർവ്വതങ്ങൾക്കും ഉയർന്ന കുന്നുകൾക്കും ഉന്നതമായ സകല ഗോപുരങ്ങൾക്കും എല്ലാ ശക്തിദുർഗങ്ങൾക്കും താർശീഷിലെ കപ്പലുകൾക്കും മനോഹരമായ എല്ലാ ശില്പങ്ങൾക്കും എതിരായ ദിനം. മനുഷ്യൻ്റെ അഹങ്കാരത്തിന് അറുതി വരും, ഗർവിഷ്ഠൻ വിനീതനാക്കപ്പെടും. അപ്പോൾ കർത്താവ് മാത്രം. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യണ്ടേ? വെളിപാട് പുസ്തകത്തിൻ്റെ 4-ാമത്തെ അധ്യായം. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? എല്ലാ മഹത്വവും ആർക്ക് കൊടുക്കണം? ജീവിതത്തിൽ എന്ത് നന്മയുണ്ടെങ്കിലും അതിൻ്റെ മഹത്വം ഇത് പിതാവിൽ നിന്ന് വരുന്നതാണ്, ദൈവത്തിന് കൊടുക്കണം. വായിക്കാം. വെളിപാട് പുസ്തകത്തിൻ്റെ 4-ാമത്തെ അധ്യായം 10-11 വാക്യങ്ങൾ. വെളിപാട് 4:10-11. ആ 24 ശ്രേഷ്ഠന്മാർ സിംഹാസനസ്ഥൻ്റെ മുൻപിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു: ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ്. അങ്ങ് സർവവും സൃഷ്ടിച്ചു. അങ്ങയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അയാളൊരു പൂജ്യമായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ അയാൾ ആടുകളെ മേയിച്ച് ദൈവത്തിൻ്റെ മലയായ ഹോറേബിൽ എത്തിച്ചേർന്നു.
ഒരു മനുഷ്യൻ്റെ തലവര ദൈവം തിരുത്തി എഴുതാൻ പോകുന്നത് അയാൾ ഒരു അഗ്നിയെ നേരിടുമ്പോഴാണ്, ഒരു തീയുടെ മുമ്പിൽ എത്തുമ്പോഴാണ്. വഴിമുട്ടി നിൽക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും, ജീവിതത്തിൻ്റെ നാൽക്കവലകളിൽ പകച്ചു നിൽക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും, വഴി കാണാതെ ഉഴറുന്ന ഏതൊരു മനുഷ്യൻ്റെയും, ഗതി കിട്ടാതെ അലയുന്ന ഏതൊരു പാഴ്ജന്മത്തിൻ്റെയും പ്രതീകമാണ് മോശ. അയാളുടെ തലവര മാറുന്നത് അയാൾ ഒരു അഗ്നിയെ നേരിടുമ്പോഴാണ്. ഇത് നശിപ്പിക്കുന്ന അഗ്നിയല്ല, ഇത് നിന്നെ ഉയർത്തുന്ന അഗ്നിയാണ്. ഇത് നിന്നെ നശിപ്പിക്കുന്ന അഗ്നിയല്ല, ഇത് നിന്റെ തല ഉയർത്തി നിൽക്കാൻ നിന്നെ സഹായിക്കുന്ന അഗ്നിയാണ്. ഹല്ലേലൂയ.